ആൽക്കിമിസ്റ്റ് കഥ തുടരുന്നു. സ്ഫടികപാത്രക്കടയിൽ ജോലി ചെയ്ത് സമ്പാദിച്ച പണവുമായി ആ ഇടയ യുവാവ് സ്വപ്നത്തിലെ നിധിയെ തേടി മരുഭൂമി കടന്ന് പിരമിഡുകളിലേക്കുള്ള യാത്ര തുടരാൻ തീരുമാനിക്കുന്നു. അവന്റെ യാത്രയിൽ ആൽക്കിമിസ്റ്റിനെ തേടി നടക്കുന്ന ഒരു ഇംഗ്ലീഷുകാരൻ സുഹൃത്തായി കൂടുന്നു. വലിയൊരു യാത്രാസംഘത്തോടൊപ്പം അറിയാത്ത വിധിയുടെ വഴികളിലൂടെ അവരുടെ സാഹസിക യാത്ര ആരംഭിക്കുന്നു. ഈ യാത്രയുടെ അവസാനം എന്താകും? കഥ തുടർന്നു കേൾക്കുക. പാണ്ഡികശാലയോ തൊഴുത്തോ അതോ രണ്ടും കൂടിയതോ? ആകെപ്പാടെ പൊടിയും ചെളിയും വീർപ്പ് നാറ്റവും ഒട്ടകങ്ങളുടെയും ചെമ്മരിയാടുകളുടെയും കൂടിക്കലർന്നൊരു മണവും. ആരറിഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലത്തെത്തിപ്പെടുമെന്ന്? ഒരു ബെഞ്ചിൽ ചാരിയിരുന്നുകൊണ്ട് ആ ഇംഗ്ലീഷുകാരൻ വിചാരിച്ചു. പാതി തുറന്ന ഒരു രസതന്ത്ര പുസ്തകമുണ്ടായിരുന്നു അയാളുടെ കയ്യിൽ. തികച്ചും 10 കൊല്ലം ഒരു സർവകലാശാലയിൽ പഠിച്ചും പഠിപ്പിച്ചും കഴിഞ്ഞു. എന്നിട്ടിപ്പോൾ ഈ തൊഴുത്തിൽ. എന്തൊക്കെയായാലും മുന്നോട്ട് നീങ്ങാതെ തരമില്ലല്ലോ. സാർവലൗകികമായൊരു ഭാഷ കണ്ടുപിടിക്കുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. അയാൾക്കും നിമിത്തങ്ങളിൽ വലിയ വിശ്വാസമായിരുന്നു. ആദ്യം എസ്പെരാൻഡോ ഭാഷ വശമാക്കി. എല്ലാ മതങ്ങളെപ്പറ്റിയും വിശദമായി മനസ്സിലാക്കി. എന്നിട്ടും ഒരു ആൽക്കെമിസ്റ്റിന്റെ വിദ്യ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. പ്രപഞ്ചത്തിലെ ഒട്ടനവധി രഹസ്യങ്ങളുടെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന തത്വങ്ങൾ അയാൾക്ക് ഗ്രഹിക്കാൻ സാധിച്ചു. എന്നാലും ഇനിയും ഒരുപിടി ബാക്കിയുണ്ട് അറിയേണ്ടതായിട്ട്, ഉത്തരം കിട്ടാത്തതായി. പല ആൽക്കെമിസ്റ്റുകളുമായി പരിചയപ്പെടാൻ ശ്രമിച്ചു. അവരൊക്കെ ഇണങ്ങാൻ കൂട്ടാക്കാതെ ഒഴിഞ്ഞുമാറി. ഒരുതരം വിചിത്ര സ്വഭാവക്കാർ. ആരും സഹായിക്കാൻ തയ്യാറായില്ല. എല്ലാവർക്കും അവനവന്റെ കാര്യം മാത്രം. ഒരുപക്ഷെ അവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല പ്രപഞ്ചത്തിലെ ഏറ്റവും ഉദാത്തമായ ആ സൃഷ്ടിയുടെ, ചിന്താമണിയുടെ രഹസ്യം. അതുകൊണ്ടാകാം അവർ അകന്നുമാറിയത്. ചിന്താമണിയുടെ രഹസ്യം അന്വേഷിച്ചു നടക്കുന്നതിനിടയിൽ സ്വന്തം അച്ഛൻ സമ്പാദിച്ചു വച്ചിരുന്ന പണമെല്ലാം ചെലവായിപ്പോയി. പേരുകേട്ട ഗ്രന്ഥശാലകളിൽ കയറിയിറങ്ങി പുസ്തകങ്ങൾ തപ്പിയെടുത്തും വായിച്ചും കുറേ കാലവും വെറുതെ കളഞ്ഞു. ആൽക്കമിയെപ്പറ്റി പ്രതിപാദിക്കുന്ന പുസ്തകങ്ങളും നിരവധി വാങ്ങിക്കൂട്ടി. അതിലൊന്നിലാണ് അയാൾ വായിച്ചത്. ഏതാണ്ട് 200 വയസ്സ് പ്രായമുണ്ടെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരറബി ആൽക്കമിസ്റ്റ് വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പ് സന്ദർശിച്ചിരുന്നു. ആയുരാരോഗ്യങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ഔഷധവും ഇരുമ്പും ചെമ്പും സ്വർണമാക്കി മാറ്റാനുള്ള വിദ്യയും അയാൾക്ക് അറിയാമായിരുന്നു പോലും. അത് കേട്ടതോടെ മനസ്സിലുണർന്ന ജിജ്ഞാസയാണ്. എന്നാലും അതിനെ ഏതോ കെട്ടുകഥയെന്നു പറഞ്ഞ് തള്ളിക്കളഞ്ഞേനെ. അപ്പോഴാണ് അറേബ്യൻ മരുഭൂമിയിൽ പുരാവസ്തു ഗവേഷണം നടത്തിക്കൊണ്ടിരുന്ന ഒരു പഴയ ചങ്ങാതിയെ വീണ്ടും കണ്ടുമുട്ടിയത്. അയാളും ആ കഥ ശരിവെച്ചു. അറേബ്യയിലെവിടെയോ ഈ പറഞ്ഞ ദിവ്യശക്തികളുള്ള ഒരു നാട്ടുകാരൻ അപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന്. അൽഫയൂം എന്നൊരു മരുപ്പച്ചയുണ്ട്. അവിടെയാണ് അയാൾ താമസിക്കുന്നതെന്നാണ് കേട്ടിട്ടുള്ളത്. ചങ്ങാതി വിശദീകരിച്ചതിങ്ങനെ. പറഞ്ഞു കേൾക്കുന്നത് അയാൾക്ക് 200 വയസ്സോളം പ്രായമുണ്ടെന്നാണ്. എന്തു ലോഹമായാലും അതിനെ സ്വർണമാക്കി മാറ്റാനുള്ള കഴിവ് അയാൾക്കുണ്ടെന്നാണ് പൊതുവെ വിശ്വാസം. അത് കേട്ടതോടെ അയാൾക്ക് ഇരിക്കു പുറത്തില്ലാതായെന്ന് പറയാം. മറ്റെല്ലാ പണിത്തിരക്കുകളും മാറ്റിവെച്ച് ആ ദിവ്യനെ കാണാൻ യാത്രയായി. അത്യാവശ്യമായ ചില പുസ്തകങ്ങൾ മാത്രമേ കയ്യിലെടുത്തുള്ളൂ. അങ്ങനെ വന്നെത്തിയതാണ് ഈ തൊഴുത്തിൽ. ചെളിയും പൊടിയും നിറഞ്ഞ് നാറുന്നൊരു പാണ്ഡികശാല. പുറത്ത് സാമാന്യം വലിയൊരു സംഘം യാത്രയ്ക്ക് ഒട്ടകങ്ങളെ തയ്യാറാക്കുകയാണ്. അവർ അൽഫയൂം വഴിയാണ് കടന്നുപോകുക. ഒട്ടകങ്ങളുടെ നാട്ടം അസഹനീയം തന്നെ. എന്നാലും അധികം താമസിയാതെ താൻ ഏറെക്കാലമായി അന്വേഷിച്ചുകൊണ്ടിരുന്ന ആൽക്കമിസ്റ്റിനെ കാണാൻ പറ്റുമല്ലോ എന്ന ചിന്ത അയാൾക്ക് ആശ്വാസമായി. നിങ്ങൾ എങ്ങോട്ടാണ്? അകത്തേക്ക് കടന്നുവന്ന അരബി യുവാവ് അയാളോട് ചോദിച്ചു. അയാളും യാത്രയ്ക്കൊരുങ്ങി തന്നെയാണ് വന്നിരുന്നത്. എനിക്കും മരുഭൂമി കടക്കണം. വലിയ ഉത്സാഹം കാണിക്കാതെ അയാൾ വായനയിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു. സംസാരം തുടരാൻ അയാൾ ഒട്ടും ഉത്സാഹം കാട്ടിയില്ല. മനസ്സു മുഴുവനും കയ്യിലുണ്ടായിരുന്ന പുസ്തകത്തിലായിരുന്നു. കുറേ കാലമായി ഈ വായന തുടങ്ങിയിട്ട്.
ഇതുവരെ മനസ്സിലാക്കിയതെല്ലാം ഒന്ന് സംഗ്രഹിച്ചെടുക്കണം. ആൽക്കെമിസ്റ്റ് തന്നോട് എന്തെങ്കിലും ചോദിച്ചാലോ? അയാളുടെ മുമ്പിൽ ഒന്നും അറിയാത്ത വിഡ്ഢിയായി നിൽക്കാൻ വയ്യ. അറബി യുവാവ് അയാളുടെ അരികിൽ വന്നിരുന്നു. കയ്യിലുണ്ടായിരുന്ന ഏതോ പുസ്തകം നിവർത്തി വായിക്കാൻ തുടങ്ങി. ആ പുസ്തകം സ്പാനിഷ് ഭാഷയിലായിരുന്നു. അത് കണ്ടപ്പോൾ ഇംഗ്ലീഷുകാരന് ആശ്വാസമുണ്ടായിരുന്നു. അറബിയേക്കാൾ അയാൾക്ക് വശം സ്പാനിഷായിരുന്നു. യാത്രയിൽ മിണ്ടാനും പറയാനും കൂടെ ഒരാളുണ്ടാവുക രസമല്ലേ? ഇയാളും അൽഫയും വരെയുണ്ടെങ്കിൽ നല്ലൊരു കൂട്ടാകും. വായിക്കാൻ തുടങ്ങിയ പുസ്തകത്തിൽ ശ്രദ്ധ ചെലുത്താൻ എന്തുകൊണ്ടോ അവന് സാധിച്ചില്ല. ഇതെന്തത്ഭുതം! കൊല്ലം 2 ഇത് വായിക്കാൻ തുടങ്ങിയിട്ട്. ഇനിയും ആദ്യത്തെ ഏതാനും പേജുകൾക്കപ്പുറത്തേക്ക് വായന നീങ്ങുന്നില്ല. നോവൽ തുടങ്ങുന്നത് ഒരു ശവമടക്കലിന്റെ വിവരണത്തോടെയാണ്. വായന അതുവരെ എത്തി, പിന്നെ വഴിമുട്ടി നിൽക്കുന്നു. ഇത്തവണ വായനയ്ക്കിടയിൽ ശല്യം ചെയ്യാൻ ആ വയസ്സൻ രാജാവും അരികത്തില്ല. എന്നിട്ടും താൻ എടുത്ത ഈ തീരുമാനം ശരിയാണോ? മനസ്സിൽ അപ്പോഴും സംശയം വിടുന്നില്ല. തീരുമാനമെടുക്കുക ഒരു തുടക്കം മാത്രം. പിന്നെ ആ ഒഴുക്കിലേക്ക് വഴുതിയിറങ്ങുകയാണ്. അങ്ങനെ ഒഴുകിയൊഴുകി എവിടെയൊക്കെ ചെന്നു പറ്റുമെന്ന് ആർക്കെങ്കിലും മുൻകൂട്ടി പറയാൻ കഴിയുമോ? അന്ന് നിധി തേടി ഇറങ്ങാൻ തീരുമാനിച്ചപ്പോൾ താൻ അറിഞ്ഞില്ലല്ലോ, ഒരു സ്ഫടികപാത്ര കച്ചവടക്കാരന്റെ സഹായിയായി അയാളുടെ കടയിൽ നിൽക്കേണ്ടി വരുമെന്ന്. ഇന്നിപ്പോൾ ഈ യാത്രക്കാരുടെ കൂടെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. ആർക്കറിയാം ഈ വഴി തന്നെ എവിടെ കൊണ്ടുചെന്നെത്തിക്കുമെന്ന്. അരികിലിരിക്കുന്നയാൾ ഇംഗ്ലീഷുകാരൻ. താൻ കടന്നുചെന്നത് തീരെ ഇഷ്ടമായിട്ടില്ലെന്ന വ്യക്തമായ മുഖഭാവം. പരിചയപ്പെടാമായിരുന്നു, കൂട്ടുകൂടാമായിരുന്നു. എന്നാൽ അതെങ്ങനെ? തന്റെ ആദ്യത്തെ ചോദ്യത്തിനു തന്നെ എത്ര നീരസത്തോടെയാണ് മറുപടി പറഞ്ഞത്. അവൻ പുസ്തകം മടക്കിവെച്ചു. ഇയാളെപ്പോലെ ആരോടും മിണ്ടാൻ ഭാവമില്ലാത്ത ഒരു ഗൗരവക്കാരനായി മറ്റുള്ളവർ തന്നെ കണക്കാക്കേണ്ടതില്ല. കീശയിൽ കൈയിട്ട് ആ കല്ലുകൾ 2 അവൻ പുറത്തെടുത്തു. അത് തിരുപ്പിടിച്ചുകൊണ്ടിരിക്കെ, അല്ല, ഇത് യുറീമും തുമ്മീമുമാണല്ലോ. ഇംഗ്ലീഷുകാരൻ അത്ഭുതം. ഇത് വിൽക്കാനുള്ളതല്ല. പെട്ടെന്നുതന്നെ അവൻ അവ 2 കീശയിലിട്ടു മറച്ചു. അല്ലെങ്കിലും ഇതിനത്ര വിലയൊന്നുമില്ല, ഇംഗ്ലീഷുകാരൻ പറഞ്ഞു. ഒരു തരം പാറ നുറുങ്ങിയുണ്ടാകുന്നതാണ്. കണ്ടാൽ സ്ഫടികമാണെന്ന് തോന്നുമെന്നു മാത്രം. ആയിരക്കണക്കിനുണ്ട് ഇത്തരം കല്ലുകൾ. പക്ഷേ ഈ പ്രദേശത്തുണ്ടെന്ന് ഞാൻ ധരിച്ചിരുന്നില്ല. ഇതിനെക്കുറിച്ച് വിവരമുള്ളവർക്ക് മാത്രമേ പറയാൻ പറ്റൂ ഇത് യുരീമും തുമ്മീമുമാണെന്ന്. ഇതെനിക്ക് ഒരു രാജാവ് സമ്മാനമായി തന്നതാണ്, അവൻ പറഞ്ഞു. അതിനയാൾ മറുപടി പറഞ്ഞില്ല. പക്ഷേ സ്വന്തം കീശയിൽ കൈയിട്ട് അതേപോലെ തന്നെയുള്ള വേറെ 2 കല്ലുകൾ പുറത്തെടുത്തു. നിനക്ക് കല്ലുകൾ തന്നത് ഒരു രാജാവ് തന്നെയാണെന്ന് പറഞ്ഞല്ലോ. അതെ, ഒരുപക്ഷേ നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലല്ലോ. ഒരു രാജാവ് എന്നെപ്പോലെയുള്ള വെറുമൊരാട്ടിടയന്റെ മുമ്പിൽ. അവൻ അവിടെ നിർത്തി. അയ്യോ, അങ്ങനെയല്ല. അല്ലെങ്കിലും ഓർത്തുനോക്കൂ, ഏതാനും ആട്ടിടയന്മാരല്ലേ അദ്ദേഹത്തെ ആദ്യമായി തിരിച്ചറിഞ്ഞത്. ലോകം മുഴുവൻ അംഗീകരിക്കാൻ വിസമ്മതിച്ച ആ രാജാവിനെ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരാട്ടിടയന്റെ മുമ്പിൽ ഒരു രാജാവ് സ്വയം പ്രത്യക്ഷപ്പെട്ടതിൽ അത്ഭുതപ്പെടാനുണ്ടോ? അയാൾ പിന്നെയും എന്തൊക്കെയോ പറഞ്ഞു. താൻ പറയുന്നത് മുഴുവൻ ആ അറബി യുവാവ് മനസ്സിലാക്കുന്നുണ്ടോയെന്നും അയാൾക്ക് സംശയമുണ്ടായിരുന്നു. ഈ കഥ വിശുദ്ധ ബൈബിളിലുണ്ട്. അതിൽ തന്നെയാണ് യുരീമിനെയും തുമ്മീമിനെയും കുറിച്ചുള്ള വിവരവും. ഇതിന്റെ ഉപയോഗം ദൈവം അനുവദിച്ചിട്ടുള്ളതാണ്, ഈ കല്ലുകളുടെ സഹായത്താൽ ഭാവി കണ്ടറിയാൻ. പണ്ടുകാലത്ത് പുരോഹിതന്മാർ ഇത്തരം കല്ലുകൾ അവരുടെ മാർച്ചട്ടകളിൽ പതിപ്പിച്ചിരുന്നു. അവന് സന്തോഷം തോന്നി. താൻ വന്നെത്തിയിരിക്കുന്ന സ്ഥലം കൊള്ളാമല്ലോ. ഒരുപക്ഷേ ഇതൊരു നിമിത്തമായിരിക്കും. തെല്ലുറക്കെയായിരുന്നു ഇംഗ്ലീഷുകാരന്റെ വാക്കുകൾ. നിമിത്തമോ? എന്താണ് നിങ്ങൾ പറഞ്ഞത്? അവന് സ്വന്തം ജിജ്ഞാസ അടക്കാനായില്ല. ആരാണ് നിങ്ങളോട് അതിനെക്കുറിച്ച് പറഞ്ഞത്? നിത്യജീവിതത്തിലെ അനുഭവങ്ങൾ ഓരോന്നും ഓരോ നിമിത്തങ്ങളാണ്. വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം അയാൾ മടക്കിവെച്ചു. സാർവലൗകികമായൊരു ഭാഷ ഒരു കാലത്ത് നിലവിലുണ്ടായിരുന്നു. സർവർക്കും മനസ്സിലാകുന്നൊരു ഭാഷ. പക്ഷേ ഇന്നതുകുറിച്ച് ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. ആ ഭാഷ വീണ്ടും തിരഞ്ഞുകണ്ടു പിടിക്കാനാണ് എന്റെ ശ്രമം. അതറിയുന്ന ഒരാൾ ഈ മരുഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. ഒരു ആൽക്കെമിസ്റ്റ്. നിങ്ങൾക്ക് 2 പേർക്കും ഭാഗ്യമുണ്ട്.
ദാ ഒരു സംഘം കച്ചവടക്കാർ അൽഫയോമിലേക്ക് ഇന്ന് തന്നെ പുറപ്പെടുന്നുണ്ട്. പാണ്ഡികശാലയുടെ ഉടമസ്ഥനാണ് ആ നല്ല വാർത്തയുമായി വന്നത്. സാമാന്യം തടിയുള്ള ഒരു അറബി. പക്ഷേ എനിക്ക് പോകേണ്ടത് ഈജിപ്തിലേക്കാണ്, അവൻ പറഞ്ഞു. അതിനെന്താ, അൽഫയും ഈജിപ്തിൽ തന്നെയല്ലേ? അറബിയാണത്രേ, നിനക്കിതുകൂടി അറിയില്ലേ? ഇത് നല്ല ലക്ഷണം തന്നെയാണ്. തടിയൻ അറബി പോയപ്പോഴാണ് ഇംഗ്ലീഷുകാരൻ വീണ്ടും പറഞ്ഞത്. കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി ഒരു പുസ്തകമെങ്കിലും എഴുതുമായിരുന്നു. ഭാഗ്യം, യാദൃച്ഛികത, എല്ലാവർക്കും അറിയാമായിരുന്ന ഭാഷ എന്നു പറഞ്ഞില്ലേ? ഈ വാക്കുകളായിരുന്നു ആ ഭാഷയുടെ ആധാരം. ഒന്ന് നിർത്തി, എന്തോ ആലോചിച്ചെടുക്കുന്നതുപോലെ അയാൾ തുടർന്നു. നീയും ഞാനും ഇവിടെ ഇങ്ങനെ കണ്ടുമുട്ടിയത് വെറുതെയാണെന്ന് കരുതുന്നുണ്ടോ? അതുകൂടാതെ രണ്ടുപേരുടെയും കയ്യിലും ഈ മാന്ത്രിക കല്ലുകളും. പറയോ, നീ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് ആ ആൽക്കെമിസ്റ്റിനെ അന്വേഷിച്ചുകൊണ്ടാണോ? അല്ല, അവൻ പറഞ്ഞു. ഞാൻ അന്വേഷിക്കുന്നത് ഒരു നിധിയാണ്. പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയെങ്കിലും ഉടനെ തന്നെ തോന്നി സത്യം വെളിപ്പെടുത്തേണ്ടിയിരുന്നില്ലെന്ന്. എന്തായാലും അവന്റെ വാക്കുകൾ ഇയാൾ കാര്യമായി എടുത്തുവെന്ന് തോന്നിയില്ല. എന്തായാലും ഒരു തരത്തിൽ പറഞ്ഞാൽ എന്റെ ലക്ഷ്യവും അതുതന്നെ, അയാൾ പറഞ്ഞു. ആൽക്കമി എന്നു വെച്ചാൽ എന്താണെന്ന് തന്നെ എനിക്കറിയില്ല. അവൻ പറയാൻ തുടങ്ങിയപ്പോഴേക്കും പാണ്ഡികശാലയുടെ ഉടമസ്ഥൻ വന്നു വിളിച്ചു. രണ്ടുപേരും യാത്രയായിക്കോളൂ, അവരിതാ പുറപ്പെടുകയാണ്. കറുത്ത കണ്ണുകളും നീണ്ട താടിയുമുള്ള ഒരാളായിരുന്നു ആ സംഘത്തിന്റെ നേതാവ്. അയാൾ എല്ലാവരോടുമായി പറഞ്ഞു, ഈ സംഘത്തിലെ ഓരോരുത്തരുടെയും ജീവനും മരണത്തിനും ഞാൻ ഉത്തരവാദിയാണെന്ന് ഓർമ്മ വേണം. മരുഭൂമി വിശ്വസിക്കാൻ കൊള്ളരുതാത്ത, വഞ്ചിക്കാൻ കൂസലില്ലാത്ത ഒരു കുലടയെപ്പോലെയാണ്. ചിലപ്പോൾ അവൾ നമ്മളെ ഭ്രാന്ത് പിടിപ്പിച്ചെന്നു വരും. സ്ത്രീകളും കുട്ടികളുമടക്കം ആ കൂട്ടത്തിൽ യാത്രക്കാരായി ഏകദേശം 200 പേരോളമുണ്ടായിരുന്നു. 400ഓളം മൃഗങ്ങളും, കുതിര, ഒട്ടകം, കോഴി, കഴുത. പുരുഷന്മാർ പലരുടെയും അരയിൽ വാളുകൾ തൂങ്ങിക്കിടന്നു, തോളിൽ തോക്കുകളും. ഇംഗ്ലീഷുകാരന്റെ ഭാണ്ഡക്കെട്ടിൽ അധികവും പുസ്തകങ്ങളായിരുന്നു. ആകപ്പാടെ വല്ലാത്ത ഒച്ചയും ബഹളവും. എല്ലാവരെയും കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ സംഘത്തലവന് ഏറെ ശ്രമം വേണ്ടിവന്നു. നിങ്ങൾ ഓരോരുത്തർക്കും അവനവന്റേതായൊരു ദൈവമുണ്ടായിരിക്കാം. ആ ദൈവത്തിൽ ഉറച്ച വിശ്വാസവും. എന്റെ ദൈവം ഏകവും സർവശക്തനുമായ അള്ളായാണ്. ആ തിരുനാമത്തെ മുൻനിർത്തി ഞാനിതാ സത്യം ചെയ്യുന്നു. ഈ മരുഭൂമിയുടെ കെണിയിൽപ്പെടാതെ നിങ്ങളെ എല്ലാവരെയും സുരക്ഷിതരായ അക്കരെ എത്തിക്കാൻ എനിക്കാകുന്ന വിധം ഒരിക്കൽ കൂടിയെങ്കിലും ഞാൻ ശ്രമിക്കും. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വാക്ക് തരണം, എപ്പോഴും ഏത് കാര്യത്തിലും നിങ്ങളെന്നെ പൂർണ്ണമായും അനുസരിക്കുമെന്ന്. അനുസരണക്കേട് കണ്ടാൽ അതിന്റെ ഫലം മരുഭൂമിയിൽ മരണമേയാണ്. കൂട്ടായി ഒരു പിറുപിറുപ്പിന്റെ ഉച്ചത്തിലുള്ള ശബ്ദം. എല്ലാവരും അവനവന്റെ ദൈവത്തെ സാക്ഷി നിർത്തി സത്യം ചെയ്യുകയായിരുന്നു. അവൻ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് സത്യം ചെയ്തത്. ഇംഗ്ലീഷുകാരൻ ഒന്നും മിണ്ടാതെ നിന്നു. ആ പിറുപിറുപ്പ് കുറച്ചധികം നേരം നീണ്ടുനിന്നു. അവർ വെറുതെ ഒരു സത്യവാചകം ഉരുവിടുകയല്ലായിരുന്നു. ഓരോരുത്തരും ഹൃദയപൂർവ്വം സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. എല്ലാ ആപത്തുകളിൽ നിന്ന് രക്ഷിച്ച് ഈ യാത്ര സഫലമാക്കി തരണമേ എന്ന്. ഒരു നീണ്ട കാഹളം മുഴങ്ങി. യാത്രക്കാരൊക്കെ അവരവരുടെ ഒട്ടകങ്ങളുടെയും കുതിരകളുടെയും പുറത്തു കയറി. അവനും ഇംഗ്ലീഷുകാരനും നേരത്തെ തന്നെ ഓരോ ഒട്ടകങ്ങളെ വാങ്ങി നിർത്തിയിരുന്നു. കുറച്ചൊന്ന് വിഷമിച്ചെങ്കിലും രണ്ടുപേരും അവരവരുടെ സ്ഥാനങ്ങളിൽ കയറിപ്പറ്റി. ഇംഗ്ലീഷുകാരന്റെ ഒട്ടകത്തിന്റെ സ്ഥിതി അല്പം കഷ്ടത്തിലായിരുന്നു. യാത്രക്കാരന് പുറമേ പുസ്തകങ്ങൾ കുത്തിനിറച്ച കനമുള്ള പെട്ടികളും. യാദൃശ്ചികം എന്നൊന്നില്ല. പാണ്ഡികശാലയിൽ വെച്ചുള്ള അക്കാര്യം ഇംഗ്ലീഷുകാരൻ പിന്നെയും തുടങ്ങി. മരുഭൂമിയിൽ താമസിക്കുന്ന ആ അറബിയെപ്പറ്റി ഒരു ചെങ്ങാതി എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഒട്ടകങ്ങൾ നടന്നു നീങ്ങുന്നതിനിടയിൽ സംസാരിക്കാൻ തുടരുക പ്രയാസമായിരുന്നു. വാക്കുകൾ വ്യക്തമായി കേൾക്കാനും വിഷമം. എന്നാലും അയാളുടെ മനസ്സിലുള്ളത് ഏതാണ്ട് ഊഹിക്കാൻ അവന് കഴിഞ്ഞു. ജീവിതത്തിലെ ഓരോ വ്യക്തിയുടെയും ഓരോ സംഭവങ്ങളെയും കൂട്ടിയിണയ്ക്കുന്ന അദൃശ്യമായൊരു ചങ്ങല. അതാണ് തന്നെ ആട്ടിടയനാക്കി തീർത്തത്. വീണ്ടും വീണ്ടും ഒരേ സ്വപ്നം കാട്ടി മോഹമുണർത്തിച്ചതും ആഫ്രിക്കയുടെ തീരത്തുള്ള ആ പട്ടണത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചതും ഒരു കള്ളനെക്കൊണ്ട് കയ്യിലുള്ള മുതലെല്ലാം തട്ടിപ്പറിച്ചതും ആ ചില്ലുപാത്രക്കാരന്റെ കടയിൽ അഭയം തേടി പോകേണ്ടി വന്നതും എല്ലാം ആ അദൃശ്യ ചങ്ങല.
സ്വന്തം ലക്ഷ്യത്തോടടുക്കുമ്പോഴേ പക്ഷേ ഒരു മനുഷ്യന് മനസ്സിലാകൂ തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണെന്ന്. പിന്നെ അത് സഫലമാക്കാൻ മാത്രമായിത്തീരും ആ ജീവിതം. കിഴക്കോട്ടായിരുന്നു അവർ യാത്ര ചെയ്തിരുന്നത്. യാത്ര അധികവും രാവിലെയായിരുന്നു. ഉച്ചയ്ക്ക് ചൂടേറുമ്പോൾ എവിടെയെങ്കിലും താവളമടിക്കും. വൈകുന്നേരമായിട്ടാണ് പിന്നെയും യാത്ര. കൂടെയുള്ള ഇംഗ്ലീഷുകാരനോട് അധികം സംസാരിച്ചില്ല. അയാളുടെ ശ്രദ്ധ മുഴുവൻ വായിക്കുന്നതിലായിരുന്നു. ഒന്നും മിണ്ടാതെ, എന്നാൽ എല്ലാം ശ്രദ്ധയോടെ നോക്കിക്കൊണ്ട് അവൻ ഒട്ടകപ്പുറത്തിരുന്നു. യാത്ര പുറപ്പെട്ട ദിവസം ആകപ്പാടെ ഒരു ബഹളമായിരുന്നു. ഒച്ചയും വിളികളും കുട്ടികളുടെ കരച്ചിലും വഴികാട്ടികളുടെ നിർദ്ദേശങ്ങളും മൃഗങ്ങളുടെ മുരളികളും മുരളിച്ചതും. ഇപ്പോൾ ആ സ്ഥിതി മാറിയിരിക്കുന്നു. തികഞ്ഞ അച്ചടക്കം, ശാന്തത. മരുഭൂമിയിലേക്ക് കടന്നതിൽ പിന്നെ നിലയ്ക്കാതെ വീശുന്ന കാറ്റിന്റെ ചൂളമടി മാത്രം. പിന്നെ മൃഗങ്ങളുടെ കുളമ്പടിയുടെ താളം. വഴികാട്ടികൾ പോലും അധികം സംസാരിച്ചില്ല. ഞാനൊരു 100 തവണ ഈ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തിട്ടുണ്ട്. അറ്റമില്ലാതെ പരന്നുകിടക്കുന്ന മണലാഴി, അകലെ അകലെ കാണുന്ന ചക്രവാളം. ഇതിനുമിടയിൽ മനുഷ്യൻ എത്ര നിസ്സഹായൻ. അപ്പോൾ പിന്നെ അവന്റെ മൗനം സ്വാഭാവികം. മരുഭൂമി എന്താണെന്നും എങ്ങനെയാണെന്നും അവന് തികച്ചും മനസ്സിലായിട്ടില്ല. എന്നാലും അയാൾ പറഞ്ഞതിന്റെ പൊരുൾ അവന്റെ മനസ്സിൽ തട്ടി. അല്ലെങ്കിൽ അഴയുന്നുയരുന്ന ആഴക്കടലും ജ്വലിച്ചുയരുന്ന തീനാളങ്ങളും ഇതേ ഭാവമാണ് അവന്റെ മനസ്സിൽ എപ്പോഴും ഉണർത്താറുള്ളത്. അവയുടെ അനന്തശക്തി, അവനെ വിസ്മയാധീനനാക്കുന്നൊരു ശക്തി. ആടുകളിൽ നിന്ന് പല പാഠങ്ങളും താൻ പഠിച്ചു, അവൻ ആലോചിച്ചു. സ്ഫടികപാത്രങ്ങളും തന്നെ ഏറെ പലതും പഠിപ്പിച്ചു. ഇപ്പോഴിതാ മരുഭൂമിയും തനിക്ക് എന്തൊക്കെയോ പാഠങ്ങൾ ചൊല്ലിത്തരുന്നു. കാനപ്പഴക്കം കൊണ്ട് അനുഭവവും ജ്ഞാനവും നേടിയ ഈ മരുഭൂമി. നിരന്തരം വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റ്. അന്ന് ടരീഫയിലെ കോട്ടമതിലിൽ ഇരുന്നപ്പോൾ ഇതേ കാറ്റ് തന്നെയല്ലേ തന്റെ മുഖത്തേക്കാറിയത്? തന്റെ ആടുകളും അവയുടെ കമ്പിളികളും ഒരു ക്ഷണം അവൻ ഓർത്തുപോയി. ആൻഡലൂസിയയിലെ മേച്ചിൽപ്പുറങ്ങളിൽ പുല്ലും വെള്ളവും തേടി അവ അലഞ്ഞു നടക്കുമാവും. എന്റെ ആടുകളോ? ഇനി അങ്ങനെ പറയാൻ തനിക്കെന്തവകാശം? അവൻ തന്നെത്താൻ പറഞ്ഞു, പ്രത്യേകിച്ചൊരു നഷ്ടബോധവുമില്ലാതെ. അവ എന്നേ മറഞ്ഞു കഴിഞ്ഞിരിക്കും. പുതിയ ഇടയനുമായി അവ ഇപ്പോൾ നന്നായി ഇടങ്ങിയിരിക്കുമാവും. സ്ഥിരമായൊരു സ്ഥലമില്ലാതെ അലഞ്ഞു നീങ്ങുന്ന ആടുകൾ. ഒരു മാറ്റവും അവർക്ക് പുതുമയാണ്. പിന്നെയാണ് ഇടയൻ മാറിയാൽ. ആ പലചരക്ക് കടക്കാരന്റെ മകളെക്കുറിച്ചും അവന് ഓർമ്മയെത്തി. ഒരുപക്ഷേ ഇതിനകം അവളുടെ വിവാഹം കഴിഞ്ഞിരിക്കും. ആരെയായിരിക്കും അവൾ ഭർത്താവായി സ്വീകരിച്ചിരിക്കുക? ആ ബേക്കറിക്കാരനെയാണെങ്കിലോ? അല്ലെങ്കിൽ തന്നെപ്പോലെ മറ്റാരെങ്കിലും ഒരു ആട്ടിടയനെയോ? പുസ്തകങ്ങൾ വായിച്ചും രസകരമായ കഥകൾ പറഞ്ഞു കേളിപ്പിക്കാനറിയാവുന്ന ഒരിടയനെ. ആ വിദ്യ അറിയുന്ന വേറെയും ഇടയന്മാർ ഉണ്ടാകുമായിരുന്നു. പിന്നെ അവൻ ഓർമ്മ വന്നു ആ ഒട്ടകക്കാരന്റെ വാക്കുകൾ. മരുഭൂമിയുടെ മുമ്പിൽ മനുഷ്യൻ എത്ര നിസ്സാരനാണ്. ആ വാക്കുകൾ അവന്റെ മനസ്സിൽ വല്ലാതൊരു ചലനം സൃഷ്ടിച്ചു. ഒരുപക്ഷേ താനും ആ സാർവലൗകിക ഭാഷ മനസ്സിലാക്കാൻ ഉതകുമ്പോഴായിരിക്കും. ഓരോ വ്യക്തിയുടെയും ഭൂതവും ഭാവിയും ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഭാഷ. അവന്റെ ഉള്ളിൽ പുതിയൊരു ഉണർവ്, അകാരണമായി മനസ്സിൽ തെളിയുന്ന ചില പ്രത്യേക തോന്നലുകൾ, വെളിപാടുകൾ, ഉൾവിളികൾ എന്നൊക്കെ തന്റെ അമ്മ പറയുന്നു. ഇപ്പോൾ ഒരു ഏകദേശ രൂപം ലഭിച്ചു തോന്നി. അപൂർവമായ ചില നിമിഷങ്ങളിൽ ഒരു വ്യക്തിയുടെ ആത്മാവ് അവൻ അറിയാതെ കാലത്തിന്റെ അനന്തപ്രവാഹത്തിലേക്ക് മുങ്ങിക്കുഴിയാവുന്നു. അവിടെ ആ ഒഴുക്കിന്റെ അടിത്തട്ടിൽ നമ്മുടെയൊക്കെ ചരിത്രങ്ങൾ ഒന്നിനോടൊന്ന് ബന്ധപ്പെടുന്നു. വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്രങ്ങൾ. കഴിവുണ്ടെങ്കിൽ നോക്കി മനസ്സിലാക്കാം. മക്തൂബ്, വിധി, ശിരോരേഖ, സ്ഫടികവ്യാപാരിയും ഒരുപക്ഷെ അർത്ഥമാക്കിയത് ഇതായിരിക്കും. മരുഭൂമിയിൽ നിറഞ്ഞു മണൽ, ഇടയിൽ ചില പാറക്കൂട്ടങ്ങളുമുണ്ട്. അങ്ങനെ വന്നാൽ പോലും യാത്രക്കാർക്ക് ചുറ്റിപ്പോകേണ്ടിവരും. തടസ്സങ്ങളുടെ വലിപ്പമനുസരിച്ച് വളവുകളുടെ നീളം കൂടുകയും കുറയുകയും ചെയ്യും. വഴിയിൽ വല്ലാതെ പൊടിമണലെങ്കിലും ഒട്ടകങ്ങൾക്ക് നടക്കാൻ വിഷമമാണ്. വലിയ തരിമണലുള്ള വഴിയാണ് അവർക്ക് തുടരാൻ പറ്റുന്നത്. മറ്റു ചിലയിടങ്ങളിൽ മണലിൽ ഉപ്പ് കലർന്നിട്ടുണ്ടാവാം. പണ്ടെങ്ങോ വറ്റിവരണ്ടുപോയ ഉപ്പുതടാകങ്ങളുടെ അവശിഷ്ടങ്ങൾ. അത്തരം പ്രദേശങ്ങളിലെത്തിയാൽ
ഓരോ നിമിഷവും ഒരിടവേള വെച്ചാണ് ഒട്ടകങ്ങളെ കൂട്ടിക്കുന്നത്. അവയെ പ്രീണിപ്പിക്കാൻ ഒരു വഴി മാത്രേയുള്ളൂ: ചുമടൊക്കെ ഇറക്കി അവരവർ തന്നെ ആ ദൂരമത്രം ചുമന്നുകൊണ്ടുപോകുക. ആ വഴി താണ്ടിക്കഴിഞ്ഞാൽ സാമാനങ്ങൾ വീണ്ടും പുറത്തുവെച്ചു കെട്ടും. യാത്ര തുടരും. ഇടയ്ക്ക് വഴികാട്ടികളിൽ ആരെങ്കിലും മരിക്കുകയോ രോഗബാധിതരാവുകയോ ചെയ്താൽ ഒട്ടകത്തെ കൊണ്ടു നടക്കുന്നവരെല്ലാം ചേർന്ന് ആ സ്ഥാനത്ത് പുതിയൊരാളെ നറുക്കിത്തെരഞ്ഞെടുക്കും. ഈ പതിവുകളുടെയൊക്കെ ഉദ്ദേശം ഒന്നുമാത്രം: എന്തെന്തായാലും യാത്ര തുടരുക. വടക്കുനോക്കി യന്ത്രം നിർദ്ദേശിക്കുന്ന മാർഗത്തിലൂടെ. തടസ്സങ്ങൾ തരണം ചെയ്ത ശേഷം വീണ്ടും നിർദ്ദിഷ്ട വഴിയിലൂടെയാവും യാത്ര. നക്ഷത്രങ്ങളും വഴിയെ അറിയാൻ സഹായിക്കും. മരുപ്പച്ചകളുടെ സ്ഥാനം അവർ കാട്ടിത്തരും. പ്രഭാതനക്ഷത്രം തിളങ്ങുമ്പോൾ തീർച്ചപ്പെടുത്താം വഴി ശരിയാണെന്ന്. ജനവാസമുള്ള മരുപ്പച്ചകൾ, ഈന്തപ്പനത്തോട്ടങ്ങൾ, തെളിനീരുറവകൾ എല്ലാമൊക്കെ അടുത്തുണ്ട് എന്നും. ഈ വക കാര്യങ്ങൾ സാധാരണമെന്നെല്ലാവർക്കും അറിയാമായിരുന്നു, ആ ഇംഗ്ലീഷുകാരനെ ഒഴിച്ച്. അയാൾക്കിന്ന് ഇതൊക്കെ ബോധമോടും കൂടിയിരുന്നില്ല, വായനയിൽ തന്നെ മുഴുകിയിരുന്നു. അവന്റെ കയ്യിലും ആ പുസ്തകം. യാത്രയുടെ ആദ്യത്തെ ചില ദിവസങ്ങൾ അത് വായിക്കാൻ അവൻ ശ്രമിച്ചു, പക്ഷേ രസം തോന്നിയില്ല. അതിനു പകരം കച്ചവട സംഘത്തിന്റെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കുക വളരെ രസകരമായിരുന്നു. മരുഭൂമിയിൽ നിലയ്ക്കാതെ വീശുന്ന കാറ്റിന്റെ ഉച്ചയ്ക്കായി കാതോർക്കാനും അവന് കൗതുകം തോന്നി. ഒട്ടകവുമായി നന്നായി ഇടപഴകിയതോടെ പുസ്തകം അവൻ മാറ്റിവെച്ചു. സ്വതവി വിശ്വസിച്ചിരുന്നത് പുസ്തകങ്ങൾ വായിച്ച് അറിവ് വർദ്ധിപ്പിക്കാമല്ലോ എന്നാണ്. എന്നാലും ഈ തവണ ഇത് ആവശ്യമില്ലാത്ത ഒരു ഭാരമാണെന്നാണ് തോന്നിയത്. ഒട്ടകമുടമയുടെ കൂടെയാണ് സഞ്ചരിച്ചത്. ക്രമേണ അവൻ അവനോട് അടുപ്പെട്ടു. രാത്രി യാത്ര അവസാനിപ്പിച്ച് ഏതെങ്കിലും താവളങ്ങളിൽ തീകാഞ്ഞിരിക്കുമ്പോൾ ഒരു രാത്രിയിൽ അദ്ദേഹം തന്റെ കഥ പറയാൻ തുടങ്ങിയിരുന്നു. എന്റെ വീട് കൈറൂമിനടുത്തുള്ള ഗ്രാമത്തിൽ. ഭാര്യയും മക്കളുമുണ്ട്. ഒരു ചെറിയ തോട്ടവുമുണ്ട്. മരണം വരെ യാതൊരു നിരക്കിലും അലട്ടപ്പെടാതെ ജീവിക്കണമെന്നാശ. ഒരു കൊല്ലം പതിവിൽ കൂടുതൽ വിളവു കൊയ്യാനായി വന്നു. നല്ല വരുമാനവും. എല്ലാവരും ചേർന്ന് ഹജ്ജ് യാത്രയും നടത്തി. അങ്ങനെ ജീവിതം നിറഞ്ഞതായിരുന്നുവെന്ന്. ശാന്തതയോടെ ജീവിക്കുകയും സമാധാനത്തോടെ മരിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഭയങ്കരമായ ഭൂമികുലുക്കം. നൈൽ നദി കരകവിഞ്ഞൊഴുകാൻ തുടങ്ങി. എല്ലാം പ്രതീക്ഷിച്ചതിലല്ലാത്ത വിധം. അപകടങ്ങളും ആപത്തുകളും എല്ലാവർക്കും സംഭവിക്കാമെന്നെല്ലാം നമുക്കറിയാം. വെള്ളപ്പൊക്കത്തിൽ നഷ്ടപ്പെടുന്ന ഒലിവ് മരങ്ങളെക്കുറിച്ച് അയൽക്കാർക്ക് വിഷണം. മക്കളെ ഒഴിച്ചുപോകുമോ എന്നായിരുന്നു ഭാര്യയുടെ പേടി. സർവസ്വം നഷ്ടപ്പെടുമോ എന്നതാണ് തന്റെ ഭയം. ആ വെള്ളപ്പൊക്കത്തിൽ ഭൂമി മുഴുവൻ തരുമാറായി. വേറെ പണിയൊന്നും നോക്കാതെ ജീവിക്കാനായില്ല. അങ്ങനെയാണ് ഞാൻ ഈ ഒട്ടകക്കാരനായത്. ആ ദുരന്തത്തിൽ നിന്ന് ഞാൻ പഠിച്ചത് ഒന്ന്: അല്ലാഹുവിന്റെ തിരുവചനത്തിന്റെ പൊരുൾ. ഒരാളും ഭയപ്പെടേണ്ടതില്ല വിധിയെ ഓർത്ത്. സ്വന്തം ലക്ഷ്യം വ്യക്തമാക്കി ആ വഴി മുന്നോട്ടു പോകാനുള്ള ധൈര്യം പോരെ? നമുക്കെല്ലാവർക്കും പേടിയുണ്ട്. സ്വന്തം അയില്ലതെല്ലാം നഷ്ടപ്പെടുമോ, മോഷ്ടിക്കപ്പെടുമോ, ജീവൻ, സമ്പത്ത് എന്നിങ്ങനെ. പക്ഷേ ഈ ഭയം വെറുതെയാണെന്ന് മനസ്സിലാക്കണം. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച അതേ കൈകൾ തന്നെയാണ് നമ്മുടെ വിധിയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. വഴിയിൽ ഇടയ്ക്കിടെ മറ്റു യാത്രാസംഘങ്ങളെ കണ്ടുമുട്ടാറുണ്ട്. അവർക്കാവശ്യമുള്ളത് പലതും ഈ ഭാഗത്ത് കാണും. ശരിയാണ്, എല്ലാവർക്കും ആവശ്യങ്ങൾക്കായുള്ള എല്ലാം ഒടുവിൽ അതേ കൈകൾ സൃഷ്ടിച്ചിരിക്കുന്നു. ഒരുമിച്ചിട്ട് തീകായുമ്പോൾ ഒട്ടകക്കാർ പരസ്പരം വിശേഷങ്ങൾ കൈമാറും. മണൽക്കാറ്റിന്റെ ഗതിവിധികൾ, മരുഭൂമിയിലെ വാർത്തകൾ അധികം സംസാരിക്കുന്നു. പിന്നെ ചിലപ്പോൾ എങ്ങുനിന്ന് വന്നെന്നു പറയാമാത്ത വിധത്തിൽ ബെദോയിന്മാർ പ്രത്യക്ഷപ്പെടും. കറുത്ത കുപ്പായവും തൊപ്പിയും ധരിച്ച് മുഖം മാത്രം തുറന്നു നിൽക്കുന്നവർ. മരുഭൂമിയിലെ വഴികളിൽ കാവൽ നിൽക്കുന്നവരാണവർ. ഒച്ചവയ്ക്കാതെ അരികിലേക്കു വന്ന് കള്ളന്മാരെയും കൊള്ളക്കാരെയും കുറിച്ചുള്ള അപായസൂചനകൾ നൽകി മറയും. ഒരു രാത്രി അവനും ആ ഇംഗ്ലീഷുകാരനും വിശ്രമിച്ചുകൊണ്ടിരിക്കെ തീക്കുണ്ടത്തിനടുത്തേക്ക് ഒരു ഒട്ടകക്കാരൻ വന്നു പറഞ്ഞു: കേട്ടില്ലേ, മരുഭൂമിയിൽ യുദ്ധമുണ്ടത്രേ. ഏതോ 2 ഗോത്രങ്ങൾ തമ്മിൽ.
മൂന്നുപേരും ഒട്ടുനേരം മിണ്ടാതിരുന്നു. അന്തരീക്ഷത്തിൽ ആശങ്കയുടെ അദൃശ്യമായ അലകൾ. ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും അരികിൽ എവിടെയോ ഒരു അത്യാപതത്തിന്റെ സാന്നിധ്യം അവനു തോന്നി. ഇതാണ് പ്രകൃതിയുടെ ഭാഷ. വാക്കുകൾക്കിവിടെ പ്രസക്തി കുറവാണ്. നമ്മുടെ ജീവൻ അപകടത്തിലാണോ? ഇംഗ്ലീഷുകാരൻ പരിഭ്രമം ഒതുക്കാനായില്ല. ഒരിക്കൽ മരുഭൂമിയിൽ കടന്നുകഴിഞ്ഞാൽ തിരിച്ചുപോകുന്നതിന്റെ പ്രശ്നമില്ല. മുൻപോട്ടു പോകേ മതിയാവൂ. അതിനാൽ തുടർന്നുള്ള യാത്ര എങ്ങനെ പൂർത്തിയാക്കാമെന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ബാക്കി കാര്യങ്ങൾ അവിടുന്ന് നിശ്ചയിക്കപ്പെടും. ആപത്തുകളും അതെ, ഒക്കെ മക്തൂബ് തന്നെ, വിധിയാണ്, അവൻ പറഞ്ഞു നിർത്തി. അയാൾ പോയിക്കഴിഞ്ഞപ്പോൾ അവൻ ഇംഗ്ലീഷുകാരനെ സമാധാനിപ്പിച്ചു. പരിഭ്രമിക്കാനൊന്നുമില്ല. ഒരുപക്ഷേ വഴി കുറച്ചു വളഞ്ഞു പോകേണ്ടി വരുമായിരിക്കും. എന്നാലും എത്തേണ്ടിടത്ത് എത്തിച്ചേരാതിരിക്കില്ല. യാത്രയിൽ ഇനി കൂടുതൽ ജാഗ്രത പുലർത്തണം. അതിനുള്ള അയാളുടെ പ്രതികരണം മറ്റൊരു മട്ടിലായിരുന്നു. ലോകത്തെപ്പറ്റി നീയും കൂടുതൽ വായിച്ചു മനസ്സിലാക്കണം. ഈ യാത്ര പോലെ തന്നെയാണ് പുസ്തകങ്ങളും. കൂടുതൽ കൂടുതൽ അറിവ് പകർന്നു തരും. മനുഷ്യരും മൃഗങ്ങളും അടങ്ങുന്ന ആ വലിയ സംഘം യാത്ര കുറെ കൂടി വേഗത്തിലാക്കി. സാധാരണയായി പകലൊക്കെ ഏതാണ്ട് നിശബ്ദത തന്നെയാണ്. അവരവരുടെ പാടും നോക്കി വഴിയിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് അധികമൊന്നും മിണ്ടാതെയും പറയാതെയുമുള്ള യാത്ര. എന്നാൽ രാത്രിയിലെ മറ്റൊന്നു വേറെയാണ്. തീ കാഞ്ഞ് യാത്രക്കാരെല്ലാം അവിടവിടെ കൂട്ടം കൂടും. ഈയിടെയായി ഏതാണ്ട് ആ പതിവും നിലച്ച മട്ടാണ്. അങ്ങനെ പോകവേ ഒരു ദിവസം സംഘത്തലവന്റെ ഉത്തരവ്: ആരും തീ കൂട്ടരുത്, അത് ശത്രുക്കളെ പെട്ടെന്നാകർഷിക്കും, ആപത്ത് വിളിച്ചു വരുത്തുന്നതിന് സമം. അപ്പോൾ പിന്നെ രാത്രിയിലെ തണുപ്പകറ്റാനുള്ള മാർഗം? കുതിരകളെയും ഒട്ടകങ്ങളെയും കഴുതകളെയും ചുറ്റും കൂട്ടമായി നിർത്തുക. അവർക്കു നടുവിൽ യാത്രക്കാരെല്ലാം ഒരുമിച്ച് കിടന്നുറങ്ങുക. സംഘത്തലവൻ മറ്റൊരു കരുതൽ നടപടി കൂടി എടുത്തു. രാവു മുഴുവൻ തവണകളായി യാത്രക്കാർ മൊത്തം സംഘത്തിന് കാവൽ നിൽക്കുക. ഒരു രാത്രിയിൽ ഇംഗ്ലീഷുകാരന് തീരെ ഉറങ്ങാനായില്ല. അവനെയും വിളിച്ച് കൂട്ടത്തിൽ നിന്നു വിട്ട് അരികിലുള്ള ഒരു മണൽക്കൂനയുടെ ചെരുവിൽ ചെന്നിരുന്നു. നല്ല നിലാവുള്ള രാത്രി. അന്നാണവൻ കൂട്ടുകാരനോട് തന്റെ കഥ പറഞ്ഞത്. അവൻ ചെന്നതിൽ പിന്നെ സ്ഫടികപാത്രക്കടയ്ക്കുണ്ടായ അഭിവൃദ്ധി. അത് കേട്ടപ്പോൾ അയാൾക്ക് കൂടുതൽ രസം തോന്നി. അയാൾ പറഞ്ഞു, ഈ പ്രപഞ്ചത്തെ മുഴുവൻ കൊണ്ടു നടക്കുന്ന ഒരു ശക്തിയുണ്ട്. ആൽക്കമിയിൽ അതിനെ പ്രപഞ്ചത്തിന്റെ ആത്മാവെന്നു പറയും. എന്തിനെങ്കിലും വേണ്ടി ഉള്ളിൻ്റുള്ളിൽ എപ്പോഴെങ്കിലും ഉത്കടമായൊരു ദാഹമുണർന്നാൽ ഉറപ്പിച്ചോളൂ, അവിടെ പ്രപഞ്ചാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. ആ ശക്തി അവനെ മുമ്പോട്ടു തന്നെ നയിക്കും. ഈ ലോകത്തിലെ സർവ്വചരാചരങ്ങൾക്കും അതിൻ്റേതായ ആത്മാവുണ്ട്. മണ്ണിനും കല്ലിനും മൃഗത്തിനും മനുഷ്യനും ചെടികൾക്കുമൊക്കെ. ഇത് മനുഷ്യനു മാത്രമുള്ളൊരു സിദ്ധിയാണെന്ന് ധരിക്കരുത്. വെറുമൊരു തോന്നലെന്ന് കരുതി തള്ളിക്കളയുകയും അരുത്. പ്രകൃതിയിലെ ഓരോ വസ്തുവും നിരന്തരമായ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. കാരണമെന്താണെന്നോ? പ്രപഞ്ചം സചേതനമാണ്. അതിന് സ്വന്തമായൊരാത്മാവുണ്ട്. ആ വിശ്വചേതനയുടെ ഒരംശമാണ് നമ്മളിൽ ഓരോരുത്തരിലും തുടിച്ചു നിൽക്കുന്നത്. ഉള്ളിൻ്റുള്ളിൽ ആ തുടിപ്പിനെ നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ലെന്നു മാത്രം. ആ ചില്ലുപാത്രക്കടയിൽ കഴിഞ്ഞിരുന്ന കാലത്ത് നിനക്ക് തോന്നിയിട്ടില്ലേ, തൊട്ടാൽ പൊട്ടുന്ന ആ ചില്ലുപാത്രങ്ങൾ കൂടിയും അവയുടേതായ രീതിയിൽ നിന്നെ സഹായിക്കുന്നുവെന്ന്? നിന്റെ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ. മാനത്ത് തെളിഞ്ഞു പ്രകാശിക്കുന്ന ചന്ദ്രൻ, താഴത്ത് തിളങ്ങുന്ന മണൽ. അവന്റെ മനസ്സ് മുഴുവൻ ഇംഗ്ലീഷുകാരൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. ഈ മരുഭൂമിയിൽ കൂടിയുള്ള നമ്മുടെ യാത്ര പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ മൃഗങ്ങളും ഈ മണലും സംസാരിക്കുന്നത് ഒരേ ഭാഷയാണെന്ന്. അതുകൊണ്ടായിരിക്കാം മരുഭൂമി ഇതിലൂടെ കടന്നുപോകാൻ നമ്മളെ അനുവദിക്കുന്നത്. നമ്മുടെ ചുവടുകൾ ഓരോന്നും അത് സൂക്ഷിച്ച് നിരീക്ഷിക്കുന്നുണ്ട്. താളം തെറ്റാതിരുന്നാൽ നമുക്കെത്തേണ്ടിടത്ത് എത്തിച്ചേരാം. ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാതെ സ്വന്തം കഴിവിലും കരുത്തിലും മാത്രം വിശ്വസിച്ചാണ് ഇറങ്ങിത്തിരിച്ചതെങ്കിൽ ഈ യാത്ര ഇത്ര എളുപ്പമാകുമായിരുന്നില്ല. സത്യത്തിൽ നമ്മൾ വല്ലാതെ കഷ്ടപ്പെട്ടേനെ. രണ്ടുപേരും എഴുന്നേറ്റു. മാനത്തപ്പോഴും തെളിഞ്ഞു പ്രകാശിച്ചുകൊണ്ടിരുന്ന ചന്ദ്രനെ നോക്കി ഏതാനും മാത്രം നിന്നു. അതാണ് ശകുനങ്ങളുടെ രഹസ്യം, അവൻ പറഞ്ഞു. കണ്ടിട്ടില്ലേ, യാത്രയുടനീളം ഇത്തരം ലക്ഷണങ്ങളും അടയാളങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മുടെ വഴികാട്ടികൾ നീങ്ങുന്നത്. മരുഭൂമിയുടെ ഭാഷ അവർ മനസ്സിലാക്കുന്നു. അത് ഒട്ടകങ്ങൾക്ക് നൽകുന്ന സൂചനകൾ അവർ കണ്ടറിയുന്നു. ശരിയാണ്, ഇംഗ്ലീഷുകാരൻ പറഞ്ഞു.
നിന്നെപ്പോലെ ഞാനും ഈ മൃഗങ്ങളുടെ ചലനങ്ങൾ ശ്രദ്ധിക്കാം. ഞാനും മനസ്സുവെക്കാം. അവനും പറഞ്ഞു, നിങ്ങളുടെ പുസ്തകങ്ങൾ വായിച്ച് കൂടുതൽ അറിവ് നേടാൻ. വളരെ വിചിത്രങ്ങളായിരുന്നു ആ പുസ്തകങ്ങൾ. രസം, ലവണങ്ങൾ, ചിറകുള്ള സർപ്പങ്ങൾ, രാജാക്കന്മാർ. വായിച്ചതിലധികവും അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാലും ഒരു കാര്യം എല്ലാ പുസ്തകങ്ങളിലും എടുത്തു പറഞ്ഞിട്ടുള്ളത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും ഒരേയൊരു ശക്തിയുടെ വൈവിധ്യമാർന്ന ഭാവരൂപഭേദങ്ങളാണ്. ആ പുസ്തകങ്ങളിലൊന്നിൽ അവൻ വായിച്ചു, ആൽക്കമിയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണത്തിൽ ഏതാനും വരികളേയുള്ളൂ. അത് കുറിച്ചുവെച്ചിട്ടുള്ളതോ ഒരു മരതകക്കല്ലിന്റെ ഉപരിതലത്തിലും. അതറിയപ്പെടുന്നത് മരതകഫലകം എന്ന പേരിലാണ്. ഇംഗ്ലീഷുകാരന് സന്തോഷമായി. കൂട്ടുകാരന് തന്റെ വകയായും ഒരു തരി അറിവ് നൽകാനായല്ലോ. അങ്ങനെയാണെങ്കിൽ അതുമാത്രം പോരെ ഇക്കണ്ട പുസ്തകങ്ങളുടെയൊക്കെ ആവശ്യം? അവൻ സംശയം ചോദിച്ചു. ഈ പുസ്തകങ്ങൾ മുഴുവൻ വായിച്ചു മനസ്സിലാക്കിയാലേ ആ ഏതാനും വരികളുടെ അർത്ഥം ഗ്രഹിക്കാനാവൂ. ഇംഗ്ലീഷുകാരൻ വെറുതെ പറഞ്ഞു. അക്കാര്യത്തിൽ തനിക്കും ഇത്തിരി സംശയമുണ്ടെന്ന ഭാവം. പ്രശസ്തരായ ആൽക്കമിസ്റ്റുകളെക്കുറിച്ച് വിവരിച്ചിട്ടുള്ള പുസ്തകമാണ് കൂട്ടത്തിൽ അവൻ ഏറ്റവും പിടിച്ചത്. ജീവിതകാലം മുഴുവൻ തങ്ങളുടെ പരീക്ഷണശാലകളിലിരുന്ന് വിലകുറഞ്ഞ ലോഹങ്ങളെ ശുദ്ധീകരിച്ചെടുക്കാൻ ശ്രമിച്ചവർ. അവരുടെ വിശ്വാസം ഒരു ലോഹത്തെ വളരെക്കാലം വീണ്ടും വീണ്ടും ഉരുക്കി അരിച്ചെടുത്താൽ അവശേഷിക്കുന്ന വസ്തു അതിൻ്റേതായ എല്ലാ ഗുണദോഷവശങ്ങളും അകറ്റി പരിശുദ്ധമാക്കിയെടുത്ത വസ്തു, അതാണ് പ്രപഞ്ചത്തിന്റെ ആത്മാവ് എന്നായിരുന്നു. അത് കയ്യിലുണ്ടെങ്കിൽ പ്രപഞ്ചത്തിലെ രഹസ്യങ്ങളൊക്കെയും മനസ്സിലാക്കാം. കാരണം ഈ ലോകത്തിലെ സർവ്വവസ്തുക്കളെയും ആന്തരികമായി ബന്ധപ്പെടുത്തുന്ന ആ ശൃംഖല, ആ നിഗൂഢഭാഷ അതുൾക്കൊള്ളുന്നു എന്നതുതന്നെ. പകുതി ഖരവും പകുതി ദ്രാവകവുമായ ആ വസ്തുവിനെ അവർ വിളിച്ചിരുന്നത് സർവോത്തമ സൃഷ്ടി എന്നാണ്. നിനക്കിതൊന്നും വായിച്ചു പഠിക്കാതെ തന്നെ നമുക്കാ പ്രപഞ്ചഭാഷയുടെ അർത്ഥം ഗ്രഹിക്കാനാവില്ലേ? മൃഗങ്ങളെയും മനുഷ്യരെയും പ്രകൃതി കാട്ടിത്തരുന്ന സൂചനകളെയും ശ്രദ്ധിച്ചാൽ പോരെ? അവന്റെ സംശയം അതായിരുന്നു. നിനക്കെല്ലാറ്റിനും വേണം ഒരെളുപ്പവഴി. ഇംഗ്ലീഷുകാരന്റെ സ്വരത്തിൽ ചെറിയൊരു നിരസം. ആൽക്കമിനി കഴുതുമ്പോലെ നിസ്സാരമായൊരു വിഷയമല്ല, ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. നമ്മുടെ പൂർവികന്മാർ കാട്ടിത്തന്നിട്ടുള്ള വഴിയിലൂടെ ഓരോ ചുടവും കൃത്യമായി വെച്ച മുന്നോട്ടു പോകണം. പൂർവികന്മാർ കണ്ടുപിടിച്ച സർവോത്തമ സൃഷ്ടിയുടെ ദ്രവഭാഗമാണ് പ്രാണസുധ എന്നവൻ മനസ്സിലാക്കി. എല്ലാവിധ രോഗങ്ങൾക്കും കൈകണ്ട ഔഷധം. അത് സേവിക്കുന്നവനെ ജരാനരകൾ ബാധിക്കുകയില്ല. അതിന്റെ ഖരഭാവത്തിന് ചിന്താമണി എന്നാണ് പേര്. ചിന്താമണി കൈക്കലാക്കുക അത്ര ലളിതമായ കാര്യമല്ല, ഇംഗ്ലീഷുകാരൻ പറഞ്ഞു. വർഷങ്ങളോളം പ്രയത്നിക്കണം. പരീക്ഷണശാലയിൽ സശ്രദ്ധം ഒരുക്കിയ അഗ്നിയിൽ ലോഹങ്ങളിട്ട് കാച്ചിക്കാച്ചി കറകളണിഞ്ഞെടുക്കണം, ശുദ്ധിയാക്കിയെടുക്കണം. അങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിക്കരികെ പരീക്ഷിച്ചും നിരീക്ഷിച്ചും വർഷങ്ങൾ കഴിയുമ്പോൾ അഹന്തയും ദുരഭിമാനവുമൊക്കെ അവനവനറിയാതെ മനസ്സിൽ നിന്നൊഴിഞ്ഞുപോകുന്നു. ലോഹങ്ങളെ ശുദ്ധിയാക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടയാൾ സ്വയം ശുദ്ധനായിത്തീരുന്നു. മനസ്സിലെ മാലിന്യങ്ങളെല്ലാം അകന്നുപോയതായി സ്വയം അനുഭവപ്പെടുന്നു. അവൻ അത്ഭുതം തോന്നി. ഏതാണ്ട് ഇതുതന്നെയാണല്ലോ ആ സ്ഫടിക വ്യാപാരിയും പറഞ്ഞത്. ചില്ലുപാത്രങ്ങൾ തേച്ചുമിനുക്കി വെക്കുന്നത് നല്ലതു തന്നെ, അതോടൊപ്പം സ്വന്തം മനസ്സും ദുഷ്ചിന്തകളകന്ന് തെളിവാർന്നതാകും. അതവന് കൂടുതൽ കൂടുതൽ ബോധ്യമാവുകയായിരുന്നു. ആൽക്കമി പുരാതന ഗ്രന്ഥങ്ങളിൽ എഴുതിവെച്ചിട്ടുള്ള ശുഷ്കമായ സത്യമല്ല, നിത്യജീവിതവുമായി വളരെയധികം ബന്ധമുള്ളതാണ്. നിനക്കറിയോ? ഇംഗ്ലീഷുകാരൻ അവനോട് ചോദിച്ചു. ചിന്താമണിയുടെ ചെറിയൊരംശം കയ്യിലുണ്ടായാൽ മതി, അതുകൊണ്ട് ഒരുപാട് സാധാരണ ലോഹങ്ങളെ നമുക്ക് സ്വർണമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതുകൂടി കേട്ടതോടെ ആൽക്കമിയിലുള്ള അവന്റെ കൗതുകം അധികരിച്ചു. ക്ഷമയോടെ പരിശ്രമിച്ചാൽ തനിക്കും ആ കഴിവ് നേടാം, അവൻ വിചാരിച്ചു. പതുക്കെ പതുക്കെ എല്ലാം സ്വർണമാക്കാം. ആ സിദ്ധി നേടിയ പലരുടെയും ജീവചരിത്രങ്ങൾ അവൻ വായിച്ചു. ഹെൽവീറ്റസ്, എലിയാസ്, ഫുൾക്കനാലി, ജിബേർ തുടങ്ങിയവരുടെ ആ കഥകളൊക്കെയും ഏറെ വിസ്മയകരമായിരുന്നു.
ഒരായുഷ്കാലം മുഴുവൻ അവനവന്റെ നിയോഗമനുസരിച്ച് ജീവിച്ചവൾ. നാടെങ്ങും സഞ്ചരിച്ച് ജ്ഞാനികളും പണ്ഡിതന്മാരുമായി സംവാദങ്ങൾ നടത്തി അവിശ്വാസികളെ വിശ്വാസികളാക്കാൻ വേണ്ടി അത്ഭുതവിദ്യകൾ കാട്ടി. അവരുടെയൊക്കെ കൈവശം പ്രാണസുധയും ചിന്താമണിയുമുണ്ടായിരുന്നു. അവനും തോന്നി ആ വിദ്യ സ്വായത്തമാക്കണമെന്ന്. പക്ഷേ സഹായിക്കാൻ ആരുമില്ലല്ലോ. കൈവശമുള്ളത് ഏതാനും രേഖാചിത്രങ്ങളും നിഗൂഢഭാഷയിലുള്ള ചില ലിഖിതങ്ങളും ഒന്നും വ്യക്തമായി പ്രതിപാദിക്കാത്ത 3-4 ഗ്രന്ഥങ്ങളും. നല്ല ഇരുട്ടുള്ള രാത്രി. തീ കൂട്ടിക്കൂടരുതെന്ന് ഉത്തരവ്. ഇംഗ്ലീഷുകാരന് തന്റെ വായന മുടങ്ങിയതിനെക്കുറിച്ച് വേവലാതി, ദേഷ്യം. നേരെ ചൊവ്വെ പറയാതെ ഇവരിങ്ങനെ കാര്യങ്ങൾ വളച്ചുകിട്ടുന്നതെന്തിനാ? ഒരു രാത്രി അവൻ ഇംഗ്ലീഷുകാരനോട് ചോദിച്ചു. അത്രയ്ക്കാവശ്യമായവർ മാത്രം വായിച്ചു മനസ്സിലാക്കിയാൽ മതി എന്നു വെച്ചിട്ടായിരിക്കും. പിന്നെ അയാൾ അല്പം കൂടി വിശദീകരിച്ചു. ആലോചിച്ചു നോക്ക്. ഭാഷയും രീതിയുമൊക്കെ എളുപ്പം. എല്ലാവരും കാര്യങ്ങൾ വായിച്ചു പഠിക്കുന്നു. അവരെല്ലാം തന്നെ വില കുറഞ്ഞ ലോഹങ്ങൾ സ്വർണമാക്കി മാറ്റാനുള്ള പ്രവൃത്തിയിലേർപ്പെടുന്നു. എല്ലാവരുടെ കയ്യിലും വേണ്ടത്ര സ്വർണം. പിന്നെ സ്വർണത്തിനെന്തു വില? ആൽക്കെമിയായിരുന്നു അവരുടെ ചർച്ചാവിഷയം. സ്വന്തം മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നിരന്തരം പ്രയത്നിക്കാനും വസ്തുതകളുടെ ആഴത്തിലേക്കിറങ്ങിച്ചെന്ന് വിശദാംശങ്ങൾ മനസ്സിലാക്കുവാനും തയ്യാറുള്ളവർക്കു മാത്രമേ ഇത്തരം നേട്ടങ്ങൾ കൈവരിക്കാനാകൂ. ആ ലക്ഷ്യം മുൻപിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ മരുഭൂമിയുടെ നടുവിലെത്തിയിരിക്കുന്നത്. ഒരു യഥാർത്ഥ ആൽക്കെമിസ്റ്റിനെ കണ്ടുപിടിക്കണം. അതാണ് എന്റെ ലക്ഷ്യം. ഈ ഗ്രന്ഥങ്ങളിലെ രഹസ്യ സന്ദേശങ്ങളുടെ പൊരുൾ മനസ്സിലാക്കിത്തരാൻ കഴിവുള്ള ഒരാൾ. ഏതു കാലത്തെഴുതപ്പെട്ടതായിരിക്കും ഈ ഗ്രന്ഥങ്ങൾ? നൂറ്റാണ്ടുകൾക്കു മുൻപ്. അന്നുകാലത്ത് അച്ചടിയുണ്ടായിരുന്നില്ലല്ലോ. ആൽക്കെമി പോലുള്ള വിഷയങ്ങളെക്കുറിച്ച് സാമാന്യജനങ്ങൾക്ക് വിവരമുണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാണ് അവർ ഈ രഹസ്യഭാഷ ഉപയോഗിച്ചത്? ആൾക്കും നോക്കി മനസ്സിലാക്കാൻ പറ്റാത്ത രേഖാചിത്രങ്ങളും. അതിനു മറുപടിയല്ല അയാൾ പറഞ്ഞത്. കുറച്ചു ദിവസങ്ങളായി നമ്മുടെ ഈ യാത്രാസംഘത്തിന്റെ നീക്കങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നു. പുതുതായിട്ടൊന്നും എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്. യുദ്ധവാർത്തകൾ കൂടുതലായി കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു ദിവസം ഇംഗ്ലീഷുകാരന്റെ കയ്യിൽ നിന്ന് വായിക്കാൻ വാങ്ങിയിരുന്ന പുസ്തകങ്ങൾ അയാൾക്ക് തന്നെ അവൻ തിരിച്ചുകൊടുത്തു. എന്തെങ്കിലും പഠിക്കാൻ പറ്റിയോ? അയാളുടെ വാക്കുകളിൽ കൂടിയ ഉത്സാഹം. തനിക്ക് താൽപ്പര്യമുള്ള വിഷയം. ചങ്ങാതിക്കും കുറച്ചു വിവരമുണ്ടെങ്കിൽ വർത്തമാനത്തിന് രസം കൂടുമല്ലോ. ഈയിടെ കേൾക്കുന്നതും പറയുന്നതുമെല്ലാം യുദ്ധവാർത്തകൾ മാത്രം. മടുത്തിരിക്കുന്നു. ഉവ്വ്, ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, അവൻ പറഞ്ഞു. ഈ പ്രപഞ്ചത്തിന് ഒരാത്മാവുണ്ട്. അതിനെ കണ്ടെത്താൻ കഴിയുന്ന ആളിന് പ്രകൃതിയുടെ ഭാഷയും വശമാക്കാൻ കഴിയും. പണ്ടത്തെ ആൽക്കെമിസ്റ്റുകൾ ഈ ആത്മബോധം കൈവരിച്ചവരായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് പ്രപഞ്ചത്തിന്റെ ആത്മാവിനെ, ചിന്താമണിയെ, പ്രാണസുധയെ. ഇതൊന്നും അത്ര വലിയ കാര്യങ്ങളല്ലെന്നും ഞാൻ മനസ്സിലാക്കി. ഒരു മരതകക്കല്ലിന്റെ ഉപരിതലത്തിൽ കുറിച്ചിടാവുന്നതേ. അവന്റെ വാക്കുകൾ. ഇംഗ്ലീഷുകാരന് നിരാശ തോന്നി. എത്രയോ വർഷങ്ങളായുള്ള പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും, നിഗൂഢമായ പ്രതീകങ്ങൾ, വിചിത്രമായ ഭാഷ, അസാധാരണമായ ഉപകരണങ്ങൾ, ഇതൊന്നും അവന്റെ മനസ്സിൽ പ്രത്യേകിച്ചൊരു ചലനവുമുണ്ടാക്കിയില്ലെന്നോ? ഒരുപക്ഷേ ഇതൊന്നും ഉൾക്കൊള്ളാൻ തക്ക വികാസം അവന്റെ ബുദ്ധിക്ക് കൈവന്നിട്ടുണ്ടാവില്ല. അയാൾ പുസ്തകങ്ങളൊക്കെ എടുത്ത് സ്വന്തം സഞ്ചികളിൽ ഒതുക്കിവെച്ചു. എന്നിട്ട് നേരിയ മുഷിപ്പോടെ പറഞ്ഞു, നീ നിന്റെ ഒട്ടകങ്ങളുടെ പിന്നാലെ തന്നെ പൊക്കോ. അവയിൽ നിന്ന് എനിക്കും ഒന്നും പഠിക്കാൻ സാധിച്ചില്ല. ഓരോരുത്തർക്കും പഠിക്കാനും മനസ്സിലാക്കാനും അവനവന്റേതായ രീതികളുണ്ട്. തന്റെ രീതി അയാളുടേതല്ല, അതുപോലെ തന്നെ മറിച്ചും. മണൽക്കാട്ടിലെ നിശ്ശബ്ദത, ഒട്ടകങ്ങളുടെയും കുതിരകളുടെയും ചവിട്ടേറ്റുയരുന്ന മണൽത്തരികൾ. അവന്റെ മനസ്സ് വീണ്ടും ആലോചനയിൽ മുഴുകി. എന്നാലും ഞങ്ങളുടെ രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നാണ്. സ്വന്തം ജീവിതത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കി അതിനെ നിറവേറ്റുക. ആ നിലയ്ക്ക്
ഞാൻ അയാളെ ബഹുമാനിക്കുന്നു, അവൻ തന്നെത്താൻ പറഞ്ഞു. യാത്രയുടെ വേഗം കൂടി. രാവും പകലും നിൽക്കാതെയുള്ള യാത്ര. മുഖം മൂടി അണിഞ്ഞ ബെഡോയിന്മാർ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഒട്ടകത്തോടൊപ്പം നടക്കുന്ന അറബി അവനോട് പറഞ്ഞു, മരുഭൂമിയിൽ 2 ഗോത്രങ്ങൾ തമ്മിൽ പൊരിഞ്ഞ യുദ്ധം തുടങ്ങിയിരിക്കുന്നു. അടുത്ത താവളത്തിലെത്തിച്ചേരാൻ കഴിഞ്ഞാൽ ഭാഗ്യമായി. ആ ഒട്ടകക്കാരനുമായി അവൻ നല്ല അടുപ്പമായി കഴിഞ്ഞിരുന്നു. മൃഗങ്ങളൊക്കെ ക്ഷീണിച്ചു വലഞ്ഞു, യാത്രക്കാരും അതുപോലെ. പഴയ ഉണർവും ഉത്സാഹവുമില്ല, എപ്പോഴും കനത്ത മൗനം. രാത്രിയിലെ ഇരുട്ടിൽ ആ നിശ്ശബ്ദതയ്ക്ക് പിന്നെയും കനമേറുന്നു. ഒട്ടകത്തിന്റെ അമരൽ പോലും യാത്രക്കാരിൽ ഭയം ജനിപ്പിക്കുന്നു. മുൻപത്തരത്തിനുള്ള ഒച്ചകൾ ആരും ശ്രദ്ധിക്കാറേയില്ലായിരുന്നു. ഇപ്പോൾ സ്ഥിതി അതല്ല. ഒച്ചകളും അനക്കങ്ങളും ശത്രുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടാലോ ആക്രമണത്തിനു വഴിതെളിയുമോ? പക്ഷെ അവന്റെ ഒട്ടകക്കാരൻ മാത്രം യുദ്ധത്തെക്കുറിച്ച് പ്രത്യേകമായ ഭയമോ ആശങ്കയോ പ്രകടിപ്പിച്ചില്ല. ജീവിച്ചിരിക്കുന്നു, അതുതന്നെ വലിയ കാര്യം. ഒരു രാത്രി അത്താഴത്തിനിരിക്കുമ്പോൾ അയാൾ പറഞ്ഞു, കൃഷ്ണപക്ഷം. തീ കൂട്ടിയിരുന്നില്ല. കൂരിരുട്ടിലിരുന്ന് ഒരു കുല ഈത്തപ്പഴം അവരത്താഴത്തിന് പങ്കുവച്ചു. ആഹാരം കഴിക്കുമ്പോൾ അതിനെക്കുറിച്ചു മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. യാത്ര ചെയ്യുകയാണെങ്കിൽ അതിനെപ്പറ്റി, യുദ്ധം ചെയ്യുകയാണെങ്കിൽ മുഴുവൻ ശ്രദ്ധയും അതിൽ. മരണത്തെക്കുറിച്ച് എനിക്ക് ആശങ്കയില്ല. ഇന്നാണെങ്കിലും നാളെയാണെങ്കിലും എപ്പോഴും ഒരുപോലെ. ഒരു നിമിഷം അയാൾ എന്തോ ആലോചനയിൽ സ്വയം മറന്നിരുന്നു. പിന്നെ വീണ്ടും പറഞ്ഞു, കഴിഞ്ഞ കാലത്തെക്കുറിച്ചോ വരും കാലത്തെക്കുറിച്ചോ ചിന്തിച്ച് ഞാൻ അസ്വസ്ഥനാകാറില്ല. ദാ ഈ ഒരു നിമിഷം, അതിനെക്കുറിച്ച് മാത്രമേ ഗവനിക്കേണ്ടൂ. എങ്കിലേ ജീവിതത്തിൽ സന്തുഷ്ടി കൈവരിക്കാനാകൂ. ആകാശത്ത് നക്ഷത്രങ്ങൾ തിളങ്ങുന്നു. താഴെ മരുഭൂമിയിലും ജീവിതമുണ്ട്. ഗോത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടം മനുഷ്യസഹജം മാത്രം. ജീവിതമെന്നാൽ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു നിമിഷം മാത്രമാണെന്ന് കാണാനാകണം. പിന്നെ ജീവിതമെപ്പോഴും ഒരു ഉത്സവ ഛായയായിരിക്കും. 2 ദിവസം പിന്നെയും കഴിഞ്ഞു. അന്നു രാത്രി കൂടാരമടിച്ചു കിടക്കാൻ തുടങ്ങിയപ്പോൾ അവൻ പതിവുപോലെ ആകാശത്തേക്ക് നോക്കി. നമ്മൾക്കു വഴികാട്ടിയായി തെളിഞ്ഞു കാണാറുള്ള ആ നക്ഷത്രം താഴത്തേക്കിറങ്ങി വരുന്നതുപോലെ, കൈയെത്തി തൊടാവുന്ന ഉയരത്തിൽ. ഹായ്, അതിന്റെ അർത്ഥം നമ്മൾ മരുഭക്ഷയ്ക്കടുത്തെത്തിയിരിക്കുന്നു എന്നാണ്, അവൻ പറഞ്ഞു. എന്നാൽ ഇപ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ട് പോയിക്കൂടെ? പറ്റില്ല, ഇത് ഉറങ്ങുന്ന സമയമാണ്. അവൻ അതിരാവിലെ തന്നെ ഉണർന്നു. രാത്രിയിൽ നക്ഷത്രങ്ങൾ കണ്ട സ്ഥാനത്ത് കണ്ണെത്താ ദൂരത്തോളം നിരനിരയായി ഈന്തപ്പനകൾ. ഹായ്, നമ്മൾ എത്തേണ്ടിടത്തെത്തിയിരിക്കുന്നു. ഇംഗ്ലീഷുകാരനും നേരത്തെ ഉണർന്നിരുന്നു. അയാളുടെ വാക്കുകളിലും ഉത്സാഹം തുളുമ്പി. എന്തോ അവൻ അത്രയ്ക്ക് സന്തോഷമൊന്നും തോന്നിയില്ല. മരുഭൂമിയുടെ നിശബ്ദതയുമായി അവൻ നല്ലവണ്ണം ഇണങ്ങിക്കഴിഞ്ഞിരുന്നു. അകലെയുള്ള ആ മരങ്ങളുടെ പച്ചപ്പ് നോക്കിക്കൊണ്ടിരിക്കുക, അതുതന്നെ ഒരു രസമായിരുന്നു. തനിക്ക് ഇനിയും വളരെയധികം ദൂരം സഞ്ചരിക്കാൻ ബാക്കിയുണ്ടല്ലോ എന്നവൻ ഓർത്തു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഈ പ്രഭാതം വെറുമൊരു ഓർമ്മ മാത്രമായി തീരും എന്നു പറഞ്ഞ് മുഖം തിരിക്കുന്നത് ശരിയാണോ? ഒട്ടലക്കാരന്റെ വാക്കുകൾ അവന്റെ ഓർമ്മയിൽ തെളിഞ്ഞു. ദാ ഈ ഒരു നിമിഷമാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതെ, അങ്ങനെയാണ് അയാൾ പറഞ്ഞത്. കഴിഞ്ഞുപോലതല്ല, വരാനിരിക്കുന്നതുമല്ല. കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, അതിനിടയിൽ ഇപ്പോഴെന്ന ഈ നിമിഷം. മുറുകെ പിടിക്കേണ്ടത് അതിനെ തന്നെയാണ്. അകലെ കാണുന്ന കാഴ്ച, ഈന്തൽത്തോപ്പുകളുടെ നിര. കുറേ കഴിഞ്ഞാൽ അത് ഓർമ്മയുടെ ചെറിയൊരു ഭാഗം മാത്രമാകും. പക്ഷേ ഈ നിമിഷം ആ കാഴ്ചയ്ക്ക് അതിൻ്റേതായ കാര്യഗൗരവമുണ്ട്. അത് സൂചിപ്പിക്കുന്നത് തണലും കുളിരുമാണ്, ആഹാരവും ശുദ്ധജലവുമാണ്. അതിനേക്കാൾ ഉപരിയായി ഭയാനകമായൊരു യുദ്ധത്തിൽ നിന്ന് തൽക്കാലത്തേക്കുള്ള മോചനവും. ഇന്നലെ ഒട്ടകങ്ങളുടെ അമരൽ അപായത്തിന്റെ സൂചനയായിരുന്നു. ഇന്നിപ്പോൾ ഈ ഈന്തപ്പനകളുടെ നിരകൾ ഏതോ വിസ്മയങ്ങളുടെ മുന്നോടിയായി മുന്നിൽ തെളിയുന്നു. പ്രകൃതിയുടെ ഭാഷകൾ എത്ര വിചിത്രമാണ്!
എത്ര വൈവിധ്യമാർന്നതാണ്. അവന് വല്ലാത്ത അതിശയം തോന്നി. കാലം കടന്നുപോകുന്നത് എത്ര വേഗത്തിലാണ്. അതുപോലെ തന്നെ ഈ ഒട്ടകങ്ങളും തിടുക്കത്തിൽ നടന്നകലുന്നു. അകലെ മാറിയിരുന്ന് കാഴ്ചകൾ കാണവേ ആൽക്കിമിസ്റ്റ് ആലോചിച്ചു. നൂറുകണക്കിന് കുതിരകളും ഒട്ടകങ്ങളും ആളുകളും ആ മരുപ്പച്ചയിലേക്ക് ഒന്നിച്ചു വന്നെത്തിക്കൊണ്ടിരുന്നു. സ്ഥലത്തുള്ളവർ പുതിയ എത്തിയവരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒച്ചവെക്കുന്നു. മൃഗങ്ങളുടെ കുളമ്പടി ഉയർത്തുന്ന പൊടി സൂര്യനെ ഏതാണ്ടു മറച്ചിരിക്കുന്നു. കുട്ടികൾ കാണിക്കുന്ന ഉത്സാഹം വാക്കുകളിൽ പറയാൻ കഴിയാത്തത്. നാട്ടുകൂട്ടത്തിന്റെ തലവന്മാർ യാത്രാസംഘത്തിന്റെ നേതാവിനെ പ്രത്യേകം വിളിച്ചിരുത്തി ഉപചരിക്കുന്നു, വിശേഷങ്ങൾ അന്വേഷിക്കുന്നു. ആൽക്കെമിസ്റ്റ് ഇതൊന്നും അത്ര കാര്യമായെടുത്തില്ല. ഇതൊക്കെ മരുഭൂമിയിലെ സാധാരണ പതിവുകൾ മാത്രം. എത്രയെത്ര യാത്രാസംഘങ്ങൾ വരുന്നു, പോകുന്നു. പക്ഷേ ഈ മണൽപ്പരപ്പിന് യാതൊരു മാറ്റവുമില്ല. രാജാക്കന്മാരും യാചകന്മാരും ഈ വഴി കടന്നുപോകുന്നത് അത് കണ്ടിട്ടുണ്ട്. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് മണൽക്കൂനകൾ മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്നതും. എന്നാലും മണലെന്നും ഒന്നുതന്നെ. തനിക്ക് ഓർമ്മവെച്ച നാൾ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന അതേ മണൽ. ആഴ്ചകളോളം മഞ്ഞമണലും നീല ആകാശവും മാത്രം കണ്ടു മടുത്തുവരുന്ന യാത്രക്കാർ ദൂരെ ഈ പച്ചത്തഴപ്പ് കാണുമ്പോൾ അവരുടെ മുഖത്ത് തെളിയുന്ന ആഹ്ലാദം. ആ കാഴ്ച അയാളെ എന്നും രസിപ്പിച്ചിരുന്നു. പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ പച്ചപ്പിന്റെ വില മനുഷ്യന് മനസ്സിലാക്കിക്കൊടുക്കാൻ വേണ്ടിയായിരിക്കുമോ ദൈവം അറ്റം കാണാലാകാത്ത മരുഭൂമികൾ സൃഷ്ടിച്ചത്? വെറുതെ ആലോചിച്ചിരുന്ന് നേരം കളഞ്ഞാൽ പറ്റില്ല. ആൽക്കെമിസ്റ്റ് എഴുന്നേറ്റു. തന്നെ മാത്രം അന്വേഷിച്ചു വരുന്ന ഏതോ ഒരാൾ ഈ കൂട്ടത്തിലുണ്ട്. ആരാണ്, ഏതാണ് എന്നറിയില്ല. പക്ഷേ ഉണ്ട് എന്ന് തീർച്ച. നിമിത്തങ്ങൾ അങ്ങനെ സൂചിപ്പിക്കുന്നു. താൻ പഠിച്ച വിദ്യകളിൽ ചിലത് അയാൾക്ക് പറഞ്ഞുകൊടുക്കണം. ആളെ തിരിച്ചറിയാൻ പ്രയാസമുണ്ടാവില്ല. ആരായാലും അർഹതയുള്ളവനായാൽ മതി. ഇതിനു മുൻപുണ്ടായിരുന്ന ശിഷ്യൻ മിടുക്കനായിരുന്നു. അതുപോലെയാണ് ഇയാളുമെങ്കിൽ. ഈ വിദ്യകൾ വായ്മൊഴിയായി തന്നെ പകർന്നുകൊടുക്കണമെന്ന നിർബന്ധം. ഇതിന്റെ അർത്ഥമെന്താവോ? ഇതിൽ ഒരു രഹസ്യവും അടങ്ങിയിട്ടില്ലല്ലോ. ഈശ്വരൻ തന്റെ നിഗൂഢതകളൊക്കെ എല്ലാ ജീവികൾക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്, ഒന്നും മറച്ചുവെക്കാതെ. ഒരുപക്ഷേ ഈ പ്രമാണങ്ങൾ ഉൾക്കൊള്ളുന്നത് ജീവിതത്തിന്റെ ഏറ്റവും കാതലായ ഭാഗമായിരിക്കും. വാക്കുകളും ചിത്രങ്ങളും കണ്ടാൽ ചിലപ്പോൾ മനുഷ്യമനസ്സ് അതിൽ തന്നെ ഭ്രമിച്ചുപോയേക്കാം. പിന്നെ പ്രകൃതിയുടെ ഭാഷ മനസ്സിലാക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചെന്നു വരാം. നോക്കി നോക്കി നിൽക്കെ അവന്റെ മനസ്സിൽ മാനം മുട്ടെ വളർന്നു വിസ്മയം. അവന് വിശ്വസിക്കാനായില്ല. മരുപ്പച്ച എന്നാൽ ഒരു തെളിനീർ കിണറും അതിന്റെ ചുറ്റും വളർന്നു നിൽക്കുന്ന ഏതാനും ഈന്തപ്പനകളും എന്നായിരുന്നു അവന്റെ ധാരണ. മുമ്പ് വായിച്ചിട്ടുള്ള ഭൂമിശാസ്ത്ര പുസ്തകങ്ങളിലും മരുപ്പച്ചയെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഏതാണ്ട് ആ മട്ടിലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവന്റെ മുമ്പിൽ നോക്കെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്നത് സ്പെയിനിലെ ഒരു സാധാരണ പട്ടണത്തേക്കാൾ വലിയൊരു പ്രദേശം. 300 കിണറുകൾ, 50,000-ത്തിലധികം ഈന്തപ്പനകൾ, അവയ്ക്കിടയിൽ ഒട്ടനവധി കൂടാരങ്ങൾ. ഇംഗ്ലീഷുകാരന് തിടുക്കം ആൽക്കെമിസ്റ്റിനെ കണ്ടെത്താനായിരുന്നു. എന്നാലും അയാളും തന്റെ ഉള്ളിൽ ഉയർന്ന് അടക്കാനാവാത്ത അത്ഭുതം പ്രകടമാക്കി. 1001 രാവുകളിലെ ഒരു രംഗമാണോ നമ്മുടെ കൺമുമ്പിൽ? അവർക്ക് ചുറ്റും കുട്ടികൾ ഓടിക്കൂടി. പുതിയതായി വന്നെത്തിയ യാത്രക്കാരെയും അവരുടെ ഒട്ടകങ്ങളെയും കുതിരകളെയും കാണുവാനുള്ള കൗതുകം. മുതിർന്നവർക്കറിയേണ്ടിയിരുന്നത് യുദ്ധത്തെ സംബന്ധിച്ച വാർത്തകളായിരുന്നു. സ്ത്രീകളെ ആകർഷിച്ചത് ഭാണ്ഡക്കെട്ടുകളിലെ വിൽപ്പന വസ്തുക്കൾ, തുണിത്തരങ്ങളും പലതരം രത്നക്കല്ലുകളും. മരുഭൂമിയിലെ ഏകാന്തതയും നിശബ്ദതയും ഇവിടെ എത്തിയപ്പോൾ ഏതോ വിദൂര സ്മരണയായി. യാത്രക്കാരുടെ ശ്വാസം വിടാതെ കണ്ടുള്ള സംസാരം, ഉച്ചത്തിലുള്ള വിളികളും ചിരികളും. ഏതോ അലൗകികമായ ലോകത്തുനിന്ന് ഇപ്പോൾ സാധാരണക്കാരുടെ ലോകത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നതുപോലെ. പറഞ്ഞറിയിക്കാനാവാത്ത ഒരാശ്വാസം, ആഹ്ലാദം. മരുഭൂമിയിലുടനീളം കർശനമായ മുൻകരുതലുകൾ എടുത്തിരുന്നു. അപ്പോഴേ അവന്റെ ഒട്ടകക്കാരൻ സൂചിപ്പിച്ചു, ഏതെങ്കിലും മരുപ്പച്ചയിലെത്താൻ കഴിഞ്ഞാൽ രക്ഷയായി.
അത് സമാധാന മേഖലയാണ്. യുദ്ധമില്ല. സ്ത്രീകളും കുട്ടികളും മാത്രമേ മിക്കവാറും അത്തരം സ്ഥലങ്ങളിൽ കാണൂ. ഇവിടെയിവിടെയായി ചിതറിക്കിടക്കുന്ന മരുപ്പച്ചകൾ രക്ഷാസങ്കേതങ്ങളാണ്. യുദ്ധം അകലെ മരുഭൂമിയിൽ മാത്രം. സംഘത്തലവൻ തന്റെ കൂട്ടത്തിലുള്ളവരെയൊക്കെ ഒരുമിച്ചു കൂട്ടി തക്കാളത്തേക്കുള്ള ആജ്ഞകളും നിർദ്ദേശങ്ങളും നൽകി. ഈ മരുഭൂമിയിലെ യുദ്ധം അവസാനിക്കുന്നതുവരെ നമ്മളെല്ലാവരും ഇവിടെ അതിഥികളായി കഴിയുന്നതാണ്. ഇവിടുത്തവരോടൊപ്പം അവരിലൊരാളായി. ആകാവുന്ന സൗകര്യങ്ങൾ അവർ ചെയ്തു തരുന്നതായിരിക്കും. അതാണല്ലോ ആതിഥ്യമര്യാദ. ഒരു കാര്യം കൂടി അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കൂട്ടത്തിലുള്ള ഓരോരുത്തരും, കാവൽ ഭടന്മാരടക്കം, തങ്ങളുടെ കൈവശമുള്ള ആയുധങ്ങൾ ഇവിടുത്തെ ഗോത്രമുഖ്യന്മാരെ ഏൽപ്പിക്കണം. അതാണ് യുദ്ധത്തിന്റെ പൊതുനിയമം. ആരുടെ സേനയായാലും മരുപ്പച്ചയ്ക്കകത്ത് പ്രവേശനമില്ല. ഇംഗ്ലീഷുകാരൻ തന്റെ കെട്ടുകളിലൊന്നിൽ നിന്ന് സ്വർണം ചായം പൂശിയ ഒരു കൈത്തോക്കെടുത്ത് ആയുധങ്ങൾ ഏറ്റുവാങ്ങാൻ ചുമതലപ്പെടുത്തിയ ഒരാൾക്ക് ഏൽപ്പിച്ചു. അല്ല, ഇങ്ങനെയൊന്ന് കൈവശമുണ്ടായിരുന്നോ? അവൻ അത്ഭുതം തോന്നി. ഉവ്, ഇത് കയ്യിലുണ്ടെങ്കിൽ ഇനി ആരെങ്കിലും പേടിക്കേണ്ടല്ലോ. ഇതിനൊക്കെയിടയിലും അവന്റെ മനസ്സ് ആ നിധിയുടെ ചുറ്റും വട്ടം കറങ്ങുകയായിരുന്നു. ലക്ഷ്യത്തോടടുക്കും തോറും കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ സങ്കീർണമാകുന്നതുപോലെ. ജ്ഞാനിയായ രാജാവ് പറഞ്ഞ ആരംഭക്കാരന്റെ ഭാഗ്യം തനിക്കുവേണ്ടി ഇവിടെ അവസാനിച്ചോ? ഒരു സ്വപ്നത്തിന്റെ പേരിൽ തുടങ്ങിയ യാത്ര എന്തെന്ത് പരീക്ഷണങ്ങളാണ് ഇപ്പോൾ മുന്നിൽ! ക്ഷമയും കരുത്തും ധൈര്യവും ആരോ വീണ്ടും വീണ്ടും പരീക്ഷിക്കുകയാണോ? ധൃതിയും ക്ഷമകേടും കാണിച്ചിട്ട് ഫലമില്ല. ഇടംവലം നോക്കാതെ മുന്നോട്ടു കുതിച്ചാൽ വഴിയിൽ തനിക്കായി വിധി കുറിച്ചിട്ട ലക്ഷണങ്ങളും നിമിത്തങ്ങളും കാണാതെ പോകാനുണ്ട്. ഈശ്വരൻ മനുഷ്യന്റെ വഴിയിൽ നാട്ടിവെച്ചിട്ടുള്ള ഓരോരോ ചൂണ്ടൽ പലകകൾ. അവൻ അതിശയം തോന്നി. ഇത്ര ഗൗരവത്തോടെ ഈ കാര്യങ്ങൾ ഇപ്പോൾ കണക്കാക്കുന്നത്. ഇത്രനാളും നിത്യജീവിതത്തിന്റെ സാധാരണ സംഭവങ്ങളെന്ന് കരുതി അവഗണിച്ചവ. ഉണ്ണലും ഉറങ്ങലും പ്രേമവും ഉദ്യോഗവും, ഓരോന്നിന്റെ പുറകിലും അതിന്റേതായ ഒരർത്ഥവും ഭാവവും മറഞ്ഞുകിടക്കുന്നു എന്നത് ഇതുവരെ താൻ ധരിച്ചിരുന്നല്ലോ. ക്ഷമിക്കാൻ പഠിക്കൂ, അവൻ സ്വയം ശാസിച്ചു. ആ ഒട്ടകക്കാരൻ പറഞ്ഞതാണ് ശരി. ഉണ്ണാനിരിക്കുമ്പോൾ ഉണ്ണുക, എഴുന്നേറ്റ് നടക്കാനുള്ള സമയമായാൽ നടക്കുക. ആദ്യത്തെ രാത്രി എല്ലാവരും നന്നെ ക്ഷീണിച്ചിരുന്നു. യാതൊന്നുമറിയാതെ നേരം വെളുക്കും വരെയും അവൻ ഉറങ്ങി. അവന് പാർക്കാൻ കിട്ടിയ കൂടാരം അല്പം അകലെയായിരുന്നു. ഇംഗ്ലീഷുകാരൻ കൂട്ടിനുണ്ടായിരുന്നില്ല. വേറെ 5 ചെറുപ്പക്കാർ, ഏതാണ്ട് അവനോളം തന്നെ പ്രായമുള്ളവർ. പരദേശിയാണെന്നറിഞ്ഞപ്പോൾ അവന്റെ നാട്ടുവിശേഷങ്ങളും കഥകളും അറിയാൻ അവർ തിരക്കുകൂട്ടി. ആ കഥകൾ പറഞ്ഞുകൊടുക്കാൻ അവനും രസമായിരുന്നു. ഇടയനായി നാടുമുഴുവൻ ആടുമേച്ചു നടന്നിരുന്ന കാലത്തെ വർത്തമാനങ്ങൾ പറഞ്ഞു പറഞ്ഞ് സ്ഫടിക കച്ചവടക്കാരന്റെ കട വരെ എത്തി. അപ്പോഴേക്കും ഇംഗ്ലീഷുകാരൻ പെട്ടെന്ന് കടന്നുവന്നു. രാവിലെ മുതൽ ഞാൻ നിന്നെയും അന്വേഷിച്ച് നടക്കുകയാണ്. എഴുന്നേറ്റ് അരികിൽ ചെന്നപ്പോൾ അയാൾ ഒച്ച ഒതുക്കി പറഞ്ഞു, എങ്ങനെയെങ്കിലും ആ ആൽക്കിമിസ്റ്റിനെ കണ്ടുപിടിക്കണം. നീ എന്നെ സഹായിക്കില്ലേ? ആരോടും ഒന്നും ചോദിക്കാൻ നിന്നില്ല. രണ്ടുപേരും കൂടി പുറത്തേക്കിറങ്ങി ആൽക്കിമിസ്റ്റിനെ തിരഞ്ഞ്. വലിയ പ്രയാസമുണ്ടാകാൻ വഴിയില്ല എന്നായിരുന്നു വിചാരം. ഒരാൽക്കിമിസ്റ്റ് എന്തായാലും ഒരു സാധാരണ അറബിയെപ്പോലെ ആകില്ല. തിരക്കിൽ നിന്നകന്ന് തനിച്ചായിരിക്കും താമസം. എപ്പോഴും എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നെരിപ്പോടുണ്ടാകും ആ കൂടാരത്തിൽ. തിരഞ്ഞു ചെന്നപ്പോഴാണ് മനസ്സിലായത്, അറ്റമില്ലാതെ പരന്നുകിടക്കുന്ന മരുഭൂമിയിൽ 1000 കൂടാരങ്ങളുണ്ട്. എവിടെയാണ് കയറിച്ചെന്ന് തിരക്കുക? ഇംഗ്ലീഷുകാരന് ഖേദം. ഒരു പകൽ മുഴുവൻ വെറുതെ കളഞ്ഞു. നടന്നു വലഞ്ഞ് ക്ഷീണം തീർക്കാൻ രണ്ടുപേരും കൂടി ഒരു കിണറ്റിനരികെ ചെന്നിരുന്നു. ആരോടെങ്കിലും ഒന്ന് അന്വേഷിച്ചാലോ? അവൻ തന്റെ അഭിപ്രായം പറഞ്ഞു. അയാൾ മറുപടി പറഞ്ഞില്ല. തന്റെ യാത്രയുടെ ഉദ്ദേശ്യം വല്ലവരും അറിയുന്നതെന്തിന്? അതായിരുന്നു അയാളുടെ വിചാരം. എന്നാലും അവൻ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് സമ്മതം മൂളി. നീ തന്നെ ചോദിച്ചു നോക്ക്. എന്നേക്കാൾ നന്നായി നീയല്ലേ അറബി പറയുന്നത്? അപ്പോഴേക്കും ആട്ടിൻ തോലുകൊണ്ടുണ്ടാക്കിയ വലിയൊരു സഞ്ചിയുമായി ഒരു സ്ത്രീ കിണറ്റിൻകരയിലേക്ക് വെള്ളം കോരാൻ വന്നു. വന്ദനം പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ അടുത്തേക്ക് ചെന്നു. ഇവിടെ അടുത്തെവിടെയോ ഒരു ആൽക്കിമിസ്റ്റ് താമസിക്കുന്നുണ്ടെന്ന് കേട്ടു. അദ്ദേഹത്തിന്റെ താമസസ്ഥലം എവിടെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അങ്ങനെ ഒരാളെപ്പറ്റി കേട്ടിട്ടേയില്ല എന്ന് പറഞ്ഞ് അവർ തിടുക്കത്തിൽ വെള്ളവും കോരി അവിടെ നിന്നുപോയി. പോകും മുൻമേ ഒരു കാര്യം അവനെ അവർ പറഞ്ഞു മനസ്സിലാക്കി.
കറുത്ത കുപ്പായമിട്ട സ്ത്രീകളോട് വർത്തമാനത്തിന് ചെല്ലരുത്. അവർ വിവാഹിതരാണ്. അതാണ് നാട്ടാചാരം. അത് തെറ്റിക്കരുത്. ഇംഗ്ലീഷുകാരന്റെ മനസ്സിടിഞ്ഞു. ഇത്ര ദൂരം വന്നത് വെറുതെയായോ? അയാളുടെ സങ്കടം അവനും പങ്കിട്ടു. ആൽക്കിമിസ്റ്റിനെ തേടിപ്പിടിച്ച് അയാളിൽ നിന്ന് ആ വിദ്യ വശമാക്കുക, ആ ഒരേയൊരു ലക്ഷ്യവുമായാണ് തന്റെ ഈ ചങ്ങാതി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അവൻ ആലോചിച്ചു. അയാളുടെ ആഗ്രഹം അതിവിശാലവും ആത്മാർത്ഥവുമാണെങ്കിൽ അത് നടക്കാതെ വരില്ല. പ്രപഞ്ചശക്തികളെല്ലാം ഒന്നുചേർന്ന് അയാളുടെ തുണവിത്തും ആ ലക്ഷ്യം നേടിയെടുക്കും. ജ്ഞാനിയായ രാജാവ് അഞ്ചുമനെയാണല്ലോ തന്നോട് പറഞ്ഞത്. അത് തെറ്റാവാൻ തരമില്ല. രാജകെമിസ്റ്റിനെപ്പറ്റിയും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇവിടെയും ആരും കേട്ടിട്ടില്ല എന്നല്ലേ അവൻ പറഞ്ഞു നിർത്തും മുമ്പേ. ഇംഗ്ലീഷുകാരൻ പറഞ്ഞു, ഒരുപക്ഷെ ആൽക്കിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അയാളുടെ കണ്ണിൽ പെട്ടെന്നൊരു തിളക്കം. ആർക്കെങ്കിലും രോഗം ബാധിച്ചാൽ ആരാണ് ചികിത്സിച്ച് ഭേദമാക്കുന്നത് എന്ന് ചോദിക്ക്. കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച ഏതാനും സ്ത്രീകൾ വെള്ളം കോരാൻ വന്നു. പക്ഷേ അവൻ ഇരുന്നേടത്ത് നിന്ന് എഴുന്നേറ്റതേയില്ല. ഇംഗ്ലീഷുകാരൻ പലവട്ടം അവനെ തോണ്ടി. എന്നിട്ടും അവൻ കൂട്ടായില്ല. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ഒരു പുരുഷൻ അങ്ങോട്ട് നടന്നുവന്നു. അസുഖം പിടിപെട്ടാൽ ചികിത്സിച്ചു ഭേദമാക്കാൻ ഇവിടെ ആരെങ്കിലുമുണ്ടോ? അവൻ അയാളോട് ചോദിച്ചു. സുഖക്കേട് ഭേദമാക്കുന്നത് ദൈവമല്ലേ? ഉത്തരം പെട്ടെന്നായിരുന്നു. എന്നാലും ആ മുഖത്തൊരു പരിഭ്രമം. പരിചയമില്ലാത്തവർ, അന്യനാട്ടുകാർ. മന്ത്രവാദികളെയാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? കൂടുതലൊന്നും പറയാതെ അയാൾ സ്ഥലം വിട്ടു, വിശുദ്ധ ഖുറാനിലെ വരികളേതോ ഉരുവിട്ടുകൊണ്ട്. പിന്നെ വേറൊരാൾ, അല്പം കൂടി പ്രായം ചെന്നവൻ, കൈയിൽ വെള്ളം കോരാനുള്ള ബക്കറ്റ്. അയാളോടും അവൻ അതേ ചോദ്യം ചോദിച്ചു. അങ്ങനെ ഒരാളെ നിങ്ങൾ തിരയുന്നതിന്റെ ഉദ്ദേശ്യം? അറബിയുടെ ഉത്തരം ഒരു മറുചോദ്യമായിരുന്നു. ദാ എന്റെ ഈ സുഹൃത്തിനു വേണ്ടിയാണ്. മാസങ്ങളായി അങ്ങനെയൊരാളെ തിരഞ്ഞ് അദ്ദേഹം യാത്ര ചെയ്യുന്നു. അങ്ങനെയൊരാൾ ഈ പ്രദേശത്തുണ്ടെങ്കിൽ അദ്ദേഹം സാമാന്യക്കാരനാവാൻ തരമില്ല. പ്രതാപശാലിയായിരിക്കണം. ഗോത്രതലവന്മാർ പോലും അനുവാദം കൂടാതെ അങ്ങനെയൊരാളെ സമീപിക്കാൻ ധൈര്യപ്പെടുകയില്ല. അയാൾ കുറച്ചുനേരം എന്തോ ആലോചിച്ചു. എന്നിട്ടൊരു താക്കീതെന്നവണ്ണം അവനോട് പറഞ്ഞു, ഏതായാലും യുദ്ധം തീരുന്നതുവരെ കാത്തിരിക്കൂ. പിന്നെ യാത്ര തുടർന്നോളൂ. ഈ മരുപ്പച്ചയിലെ ജീവിതത്തിലേക്ക് കടന്നുകൂടാൻ ശ്രമിക്കണ്ട. ഇംഗ്ലീഷുകാരന് തൃപ്തി തോന്നി. തനിക്ക് വഴി തെറ്റിയിട്ടില്ല. താൻ തേടുന്നതെല്ലാം ഇവിടെ എവിടെയോ തന്നെ. അപ്പോഴാണ് അവിടേക്ക് വന്നതൊരു യുവതി. തലയിൽ തട്ടമിട്ടിരുന്നു. മുഖം മറച്ചിരുന്നില്ല. വസ്ത്രങ്ങൾ കറുപ്പായിരുന്നില്ല. തോളിൽ വെള്ളം നിറയ്ക്കാനുള്ള കുടം. ആൽക്കെമിസ്റ്റിനെക്കുറിച്ചുള്ള വിവരങ്ങൾ തിരക്കിക്കൊണ്ട് അവൻ അവളുടെ അരികിലേക്ക് ചെന്നു. ഒരു നിമിഷം കാലം അവന്റെ മുൻപിൽ മരവിച്ചു നിന്നതുപോലെ, പ്രപഞ്ചാത്മാവ് അവന്റെ ഉള്ളിൽ നിന്ന് മുന്നോട്ടാഞ്ഞു കുതിക്കുന്നതുപോലെ ആ കണ്ണുകളിലേക്കവൻ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കവേ അവളുടെ ചുണ്ടുകൾ മെല്ലെയൊന്നു ചലിച്ചു. മൗനമല്ല, എന്നാൽ പുഞ്ചിരിയെന്നു പറയാനും വയ്യ. അവനു തോന്നി, ആരും എവിടെയും എപ്പോഴും മനസ്സിലാക്കുന്ന സാർവലൗകികമായ ആ ഭാഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അംശമാണിത്. മനസ്സിൽ മുളപൊട്ടുന്ന ഈ ഭാഷ, പ്രേമം. അതിനു മുൻപ് മനുഷ്യചരിത്രം പോലും ജനിച്ചിരുന്നില്ല. ഈ മരുഭൂമിയേക്കാൾ പൗരാണികതയുണ്ട് അതിന്. രണ്ട് ജോഡി കണ്ണുകൾ പരസ്പരമിടയുമ്പോൾ മനസ്സിലുറിയിറങ്ങുന്ന ആ ഭാഷ. ദാ ഇപ്പോൾ ഇവിടെ തങ്ങളുടെ കണ്ണുകൾ തമ്മിൽ തമ്മിലിടഞ്ഞപ്പോഴുണ്ടായതുപോലെ. അവൾ മൃദുവായി ഒന്നു ചിരിച്ചു. അവനു തോന്നി, അതൊരു നിമിത്തമാണല്ലോ. എന്താണ്, ഏതാണ് എന്നു രൂപമില്ലാതെ ഇത്രനാളും താൻ കാത്തിരുന്ന ആ എന്തോ ഒന്ന് ഇതായിരിക്കുമോ? ആടുകളെ മേയിച്ചു നടന്നിരുന്നപ്പോഴും, സ്ഫടികവ്യാപാരിയുടെ കടയിൽ ജോലിയെടുത്തിരുന്നപ്പോഴും, വായിക്കാനെടുത്ത പുസ്തകങ്ങളുടെ താളുകളിലും, ഈ മരുഭൂമിയുടെ വിജനതയിലും സ്വയം അറിയാതെ താൻ തേടിയിരുന്ന നിമിത്തം ഇതുതന്നെയല്ലേ? കളകളഞ്ഞു പരിശുദ്ധമാക്കിയെടുത്ത പ്രകൃതിയുടെ ഭാഷ, അനന്തമായ കാലപ്രവാഹം. അതിനെക്കുറിച്ച് ഈ ലോകത്തിനു പ്രത്യേകിച്ചൊരു ന്യായീകരണം ആവശ്യമുണ്ടോ? അതുപോലെ തന്നെയാണ് ഈ ഭാഷയും. പ്രത്യേകിച്ചൊരു വ്യാഖ്യാനത്തിനും പ്രസക്തിയില്ല. അവനു തോന്നി, തന്റെ ജീവിതത്തിൽ പങ്കാളിയായി എത്തിച്ചേരാൻ നിയോഗിക്കപ്പെട്ടവൾ ഈ യുവതി തന്നെയാണെന്ന്. ഒന്നും മിണ്ടിയില്ല, പറഞ്ഞുമില്ല. എന്നിട്ടും അവന് തീർച്ചയായി അവളുടെ മനസ്സും മന്ത്രിക്കുന്നത് അതേ വാക്കുകളാണെന്ന്. അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയുമൊക്കെ പറയാറുള്ളത് അവൻ ഓർമ്മ വന്നു. വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് ഒരു സ്ത്രീക്ക് വാക്കുകൊടുക്കും മുൻപേ അവളെ പൂർണ്ണമായും മനസ്സിലാക്കിയിരിക്കണം. യഥാർത്ഥമായ പ്രേമം അവളെ പ്രതി ഉണ്ടാവുകയും വേണം.
അതൊക്കെ പ്രകൃതിയുടെ ഭാഷ മനസ്സിലാക്കാൻ കഴിയാത്ത സാധാരണക്കാരുടെ അഭിപ്രായങ്ങൾ മാത്രം. അവൻ തന്നോട് തന്നെ പറഞ്ഞു, ആ ഭാഷ മനസ്സിലാക്കാൻ സാധിച്ചാൽ പിന്നെ പ്രയാസമില്ല. നഗരത്തിലെ തിരക്കിലായാലും മരുഭൂമിയുടെ നടുവിലായാലും തന്നെ മാത്രം കാത്തിരിക്കുന്ന ആ ഒരാളെ കണ്ടെത്തുക തന്നെ ചെയ്യും. വിധിയാൽ ഇണക്കപ്പെട്ട രണ്ടുപേർ കൂട്ടിമുട്ടുമ്പോൾ ഭൂതവും ഭാവിയും പുറന്തള്ളപ്പെടുന്നു. പ്രസക്തമായത് ആ ഒരു നിമിഷം മാത്രം. ഉള്ളിനുള്ളിൽ വിസ്മയകരമായൊരു ബോധമുണരുന്നു. സൂര്യനു താഴെയുള്ള എല്ലാം തന്നെ ഒരേ ഒരു കൈയുടെ സൃഷ്ടികളാണ്. ഹൃദയത്തിൽ പ്രണയമുണർത്തുന്നതും അതേ കൈകൾ. ഓരോ വ്യക്തിയിലും രണ്ടാത്മാക്കളെ സൃഷ്ടിച്ചു വെക്കുന്നതും അതേ കൈകൾ. ഒന്ന് തന്റേത് തന്നെ, രണ്ടാമത്തേത് താൻ അന്വേഷിച്ചു കണ്ടെത്തേണ്ടത്. രണ്ടും കൂടി ചേരുമ്പോഴേ സ്വപ്നങ്ങൾ അർത്ഥവത്താവൂ. മക്തൂബ്. തലയിലെഴുത്ത്. അവൻ മനസ്സിൽ പറഞ്ഞു. വേഗമാകട്ടെ, പോയി ചോദിക്കേ. ഇംഗ്ലീഷുകാരൻ അവന്റെ തോളിൽ തട്ടി തിരക്കുകൂട്ടി. അവൻ രണ്ടടി മുന്നോട്ടു വെച്ചു. അവൾ അവനെ നോക്കി ചെറുതായി ഒന്ന് ചിരിച്ചു. അതിനുത്തരമായി അവന്റെ ചുണ്ടുകളും വിടർന്നു. നിന്റെ പേരെന്താണ്? അവന്റെ ചോദ്യം. ഫാത്തിമ. നേരെ നോക്കാതെ അവൾ മറുപടി പറഞ്ഞു. എന്റെ നാട്ടിലും ചില സ്ത്രീകൾക്ക് ഈ പേരുണ്ട്. പ്രവാചകന്റെ മകളുടെ പേരാണ്, അവൾ പറഞ്ഞു. അന്യരാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ പോയ പടയാളികൾ ഈ പേര് അവിടങ്ങളിൽ പ്രചരിപ്പിച്ചിരിക്കാം. ആ പടയാളികളെക്കുറിച്ചുള്ള അഭിമാനം അവളുടെ വാക്കുകളിൽ നിറഞ്ഞുനിന്നു. ഇംഗ്ലീഷുകാരൻ പുറകിൽ നിന്ന് അക്ഷമയോടെ അവനെ തൊണ്ടി. ഇവിടെ രോഗികളെ ചികിത്സിക്കുന്ന വൈദ്യന്മാർ വല്ലവരുമുണ്ടോ? അവളോട് ചോദിച്ചു. ഉവ്വല്ലോ, ഒരാളുണ്ട്, അവൾ പറഞ്ഞു. ഈ ലോകത്തിലെ എല്ലാ രഹസ്യങ്ങളും അയാൾക്കറിയാം. മരുഭൂമിയുടെ നടുവിലെവിടെയോ താമസിച്ച് ഭൂതപ്രേതങ്ങളുമായി സംവദിക്കുന്നു. മരുഭൂമിയിൽ പലതരത്തിലുള്ള ഭൂതങ്ങളുണ്ട്, ദുഷ്ടാത്മാക്കളും പുണ്യാത്മാക്കളും. അവൾ തെക്കോട്ടു വിരൽ ചൂണ്ടി. അതാ, അവിടെയാണ് അയാളുടെ താവളം. പിന്നീടവൾ അവിടെ നിന്നില്ല. തോളിലെ ചെപ്പുകുടത്തിൽ വെള്ളം നിറച്ച് നടന്നുപോയി. ഇംഗ്ലീഷുകാരന് ധൃതിയായി. ഒരു നിമിഷവും കളയാതെ അയാൾ ആൽക്കമിസ്റ്റിന്റെ താവളം തിരഞ്ഞിറങ്ങി. അവൻ ആ കിണറ്റിൻകരയിൽ തന്നെയിരുന്നു. ഓരോരോ ആലോചനകളിൽ മുഴുകി. അന്നൊരു ദിവസം തരീഫയിൽ വെച്ച് മരുഭൂമിയിൽ നിന്ന് വീശുന്ന ലെവൻഡർ കാറ്റിലൂടെ ഈ യുവതിയുടെ ഗന്ധം താൻ അനുഭവിച്ചില്ലേ? അന്നേ തന്റെ മനസ്സിൽ അവളോട് അനുരാഗം തോന്നിയില്ലേ? ഇങ്ങനെയൊരാൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നു പോലും അന്ന് താൻ അറിഞ്ഞിരുന്നില്ല. അവളെപ്രതി മനസ്സിൽ വളരുന്ന ഈ പ്രേമം ലോകത്തിലെ നിധികളെല്ലാം നേടിയെടുക്കാൻ തന്നെ പ്രാപ്തനാക്കില്ലേ? ഒരിക്കൽ കൂടി അവളെ കാണണമെന്ന മോഹത്തോടെ അടുത്ത ദിവസം വീണ്ടും അവൻ കിണറ്റിൻകരയിലെത്തി. അപ്പോഴേക്കും ഇംഗ്ലീഷുകാരനും അവിടെ വന്ന് ഇരിപ്പുറപ്പിച്ചിരുന്നു. ദൂരെ മരുഭൂമിയിലേക്കായിരുന്നു അയാളുടെ നോട്ടം. പകൽ മുഴുവനും സന്ധ്യ മയങ്ങും വരെയും ഞാൻ കാത്തിരുന്നു. അയാൾ തലേന്ന് നാളത്തെ തന്റെ അനുഭവം വിസ്തരിക്കാൻ തുടങ്ങി. സന്ധ്യ കഴിഞ്ഞ് നക്ഷത്രങ്ങൾ തെളിയാൻ തുടങ്ങിയ നേരത്താണ് അയാൾ വന്നത്. എന്റെ അന്വേഷണം എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, ഞാൻ എപ്പോഴെങ്കിലും ഈയമുരുക്കി പൊന്നാക്കി മാറ്റിയിട്ടുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, ആ വിദ്യ പഠിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന്. അതിനയാളുടെ മറുപടി, അങ്ങനെയെങ്കിൽ പോയി ശ്രമിച്ചു നോക്കൂ. വേറെയൊന്നും പറഞ്ഞില്ല, വെറുതെ രണ്ടു വാക്ക്, പോയി ശ്രമിക്കൂ. അവൻ ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടുകൊണ്ടിരുന്നു. പാവം ഇംഗ്ലീഷുകാരൻ. ഇത് കേൾക്കാനാണോ അയാൾ ഇക്കണ്ട ദൂരമത്രയും യാത്ര ചെയ്തത്? പോയി ശ്രമിക്കൂ എന്ന വാക്ക്, അതുതന്നെയല്ലേ അയാൾ ഇത്ര നാളും ചെയ്തിരുന്നത്? എന്നാലും അവൻ പറഞ്ഞു, ശരിയാണ്, അയാൾ പറഞ്ഞതുപോലെ ശ്രമിച്ചു നോക്കൂ. അതുതന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ തുടങ്ങിയേക്കാം. നിറഞ്ഞ ഉത്സാഹത്തോടെ ഇംഗ്ലീഷുകാരൻ എഴുന്നേറ്റു. അയാൾ പോയപ്പോഴേക്കും ഫാത്തിമ വന്നു വെള്ളം കോരാൻ തുടങ്ങി. യാതൊരു മുഖവുരയും കൂടാതെ അവളുടെ അരികിൽ ചെന്ന് അവൻ പറഞ്ഞു, ഒരേ ഒരു കാര്യമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. നീ എന്നെ വിവാഹം കഴിക്കണം. നിന്നെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നു. അവളുടെ കയ്യിൽ നിന്ന് കുടം വഴുതി വീണു. കോരിയ വെള്ളം മുഴുവനും ഒഴുകിപ്പോയി. എന്നും ഇവിടെ വന്ന് ഞാൻ നിന്നെ കാത്തിരിക്കും, അവൻ പറഞ്ഞു. പിരമിഡുകൾക്കടുത്തെവിടെയോ കിടക്കുന്ന ഒരു നിധി തേടിയാണ് എന്റെ ഈ യാത്ര. ഇവിടെ നടക്കുന്ന ഈ യുദ്ധം
എന്റെ വഴിമുടക്കി. ഇത് വല്ലാത്തൊരു വിനയായല്ലോ എന്ന് ഞാൻ സങ്കടപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോൾ തോന്നുന്നു, വാസ്തവത്തിൽ അത് നനച്ചിരിക്കാത്ത ഒരനുഗ്രഹമായാണ് തീർന്നതെന്ന്. അതുകൊണ്ടല്ലോ എനിക്ക് നിന്നെ കാണാൻ കഴിഞ്ഞത്. എന്നെങ്കിലും ഒരു ദിവസം ഈ യുദ്ധം അവസാനിക്കും, അവൾ പറഞ്ഞു. അതിനവൻ മറുപടി പറഞ്ഞില്ല. മനസ്സ് മറ്റൊരു ചിന്തയിലായിരുന്നു. അവനോർത്തു, തന്റെ ചുറ്റുമുള്ള ഈ ഈന്തപ്പനകൾ. ഇവിടെ എത്തും മുമ്പ് താൻ ഒരാട്ടിടയനായിരുന്നു. ഇനിയും ഒരാട്ടിടയനായി തന്നെ കാലം കഴിക്കാം. താൻ തേടിയിറങ്ങിയ എങ്ങോ കിടക്കുന്ന ആ നിധിയേക്കാൾ എത്രയോ വിലയുറ്റതാണ് തന്റെ മുമ്പിൽ നിൽക്കുന്ന ഫാത്തിമ. അല്ലെങ്കിലും മരുഭൂമിയിൽ ഓരോ ഗോത്രക്കാരും എപ്പോഴും നിധികൾക്കുവേണ്ടി അന്വേഷണത്തിലാണ്. പെണ്ണുങ്ങൾക്കാണെങ്കിൽ ആ കാര്യത്തിൽ വലിയ അഭിമാനവും. അവന്റെ മനസ്സിലുള്ളത് തൊട്ടറിഞ്ഞിരിക്കുന്നു എന്ന മട്ടിൽ അവൾ പറഞ്ഞു. വീണ്ടും വെള്ളം കോരി അവൾ കുടത്തിൽ നിറച്ചു. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ തന്റെ വഴിക്ക് നടന്നു. അവനതൊരു പതിവാക്കി. ഫാത്തിമയെ കാത്ത് കിണറ്റിൻകരയിൽ വന്നിരിക്കുക. തന്റെ ചരിത്രമെല്ലാം അവൻ അവൾക്ക് പറഞ്ഞുകൊടുത്തു. ആടുമേച്ചു നടന്നത്, ജ്ഞാനിയായ രാജാവിനെ കണ്ടുമുട്ടിയത്, സ്ഫടികപാത്രക്കടയിൽ വേലയ്ക്ക് നിന്നത്. അങ്ങനെ അവർ തമ്മിൽ തമ്മിൽ നല്ല അടുപ്പമായി. സ്വതവേ വിരസങ്ങളായി നീണ്ടുപോകുന്ന ദിവസങ്ങൾ. അവളുടെ അരികുപറ്റി കഴിയുന്ന ഏതാനും നിമിഷങ്ങൾ മാത്രമേ അർത്ഥപൂർണമായി അവനു തോന്നിയുള്ളൂ. അങ്ങനെ ഏതാണ്ടൊരു മാസം കഴിഞ്ഞപ്പോൾ അവന്റെ സംഘത്തലവൻ ഒപ്പം വന്നവരെയൊക്കെ ഒരു ദിവസം വിളിച്ചുകൂട്ടി. അയാൾക്ക് പറയാനുണ്ടായിരുന്നത് ഇത്രമാത്രം: ഈ യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്ന് പറയാൻ വയ്യ. അതുകൊണ്ട് നമ്മുടെ തുടർന്നുള്ള യാത്രയും അനിശ്ചിതമാണ്. രണ്ടു പക്ഷക്കാരും തുല്യബലമുള്ളവർ. യുദ്ധം ജയിക്കേണ്ടത് രണ്ടു കൂട്ടർക്കും ഒരുപോലെ ആവശ്യം. അതുകൊണ്ട് യുദ്ധം തുടർന്നു പോകാനാണ് സാധ്യത, ഒരുപക്ഷേ വർഷങ്ങളോളം. നന്മയും തിന്മയും തമ്മിലുള്ള ഏറ്റുമുട്ടലല്ലേ ഇത്, തുല്യശക്തിയുള്ള രണ്ടു പക്ഷക്കാർ തമ്മിലുള്ള ബലപരീക്ഷണം. അങ്ങനെയാകുമ്പോൾ അത് പെട്ടെന്ന് തീർന്നെന്നു വരില്ല. കാരണം അള്ള രണ്ടു കൂട്ടരുടെയും തുണയ്ക്കുണ്ടാകും. സഭ പിരിഞ്ഞു. ഓരോരുത്തരും അവരവരുടെ താമസസ്ഥലങ്ങളിലേക്ക് മടങ്ങിപ്പോയി. ഉച്ചയായപ്പോൾ പതിവുപോലെ ഫാത്തിമയെ കാണാൻ അവൻ കിണറ്റിൻകരയിലെത്തി. സംഘത്തലവൻ പറഞ്ഞതെല്ലാം അവൻ ഫാത്തിമയ്ക്കു വിവരിച്ചു. എല്ലാം കേട്ട ശേഷം അവൾ പറഞ്ഞു, നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയതിന്റെ പിറ്റേ ദിവസം നീ എന്നോട് പറഞ്ഞില്ലേ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. പ്രകൃതിയുടെ ഭാഷയും പ്രപഞ്ചത്തിന്റെ ആത്മാവും എന്താണെന്ന് നീ എന്നെ പഠിപ്പിച്ചു. അങ്ങനെ ഇപ്പോൾ ഞാൻ നിന്റെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. അവളുടെ സ്വരമാധുരി സ്വയം വറന്നുകൊണ്ടവൻ നുകർന്നു. ഈന്തപ്പനയോലകളെ താലോലിച്ചുകൊണ്ടെത്തുന്ന കാറ്റിന്റെ മർമ്മരം പോലും ഇത്ര സുഖകരമല്ല എന്നവനു തോന്നി. എത്ര നേരമായി ഞാൻ നിന്നെയും കാട്ടിവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട്. എന്റെ കഴിഞ്ഞ കാലമൊക്കെ ഞാൻ പാടെ മറന്നിരിക്കുന്നു. ഞാൻ ആരായിരുന്നു, എന്റെ പാരമ്പര്യമെന്തായിരുന്നു എന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല. സ്ത്രീകളെക്കുറിച്ച് ഇവിടുത്തെ പുരുഷന്മാർക്കുള്ള മനോഭാവം എന്താണെന്നും എനിക്കറിയില്ല. പക്ഷേ ഒന്ന് ഞാൻ പറയാം. കുട്ടിക്കാലം മുതൽ അകാരണമായൊരു തോന്നൽ എന്റെ മനസ്സിലുണ്ടായിരുന്നു. വില പറയാനാകാത്ത എന്തോ ഒന്ന് ഈ മരുഭൂമി ഒരു സമ്മാനമെന്നോണം ആരോ എനിക്കുവേണ്ടി കരുതിവെച്ചിട്ടുണ്ടെന്ന്. ആ തോന്നൽ വെറുതെയായില്ല. ഞാൻ കാത്തിരുന്നത് കണ്ടെത്തിയിരിക്കുന്നു. അത് നീയാണ്, ഞാൻ തേടിക്കൊണ്ടിരുന്ന നിധി. അവളുടെ കൈകൾ രണ്ടും കൂട്ടിച്ചേർത്ത് സ്വന്തം കൈപ്പിടിയിലൊതുക്കാൻ അവൻ മുന്നോട്ടാഞ്ഞു. പക്ഷേ അവൾ രണ്ടു കൈയും കൊണ്ട് ചുമലിലെ ചെപ്പുകുടം മുറുകെ പിടിച്ചിരിക്കുകയായിരുന്നു. സ്വന്തം സ്വപ്നങ്ങളെക്കുറിച്ച് നീ എന്നോട് പറഞ്ഞില്ലേ? ഫാത്തിമ അവന്റെ നേരെ തിരിഞ്ഞു. ജ്ഞാനിയായ രാജാവിനെപ്പറ്റിയും പിരമിഡുകൾക്കടുത്തുള്ള നിധിയെക്കുറിച്ചും പറഞ്ഞു. നിത്യജീവിതത്തിൽ അപ്പോഴപ്പോഴായി നമ്മുടെ മുമ്പിൽ പറന്നെത്തുന്ന നിമിത്തങ്ങളെക്കുറിച്ചും എനിക്ക് മനസ്സിലാക്കിത്തന്നു. എന്റെ മനസ്സിലിപ്പോൾ യാതൊരു സങ്കോചവുമില്ല. നീ പറഞ്ഞ ആ വിധി തന്നെയാണ് ഇപ്പോൾ നിന്നെ എന്റെ അരികിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇനിമുതൽ നമ്മൾ രണ്ടല്ല, ഒന്നാണ്. നിന്റെ സ്വപ്നത്തിൽ, ജീവിതത്തിൽ കണ്ടെത്താൻ പോകുന്ന നിധിയിൽ ഒക്കെയും ഞാനും പങ്കുകാരിയാണ്. ഏതാനും നിമിഷം അവൾ എന്തോ ആലോചിച്ചു നിന്നു. പിന്നെ എല്ലാം ഉറപ്പിച്ചിട്ടെന്ന പോലെ തുടർന്നു.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, യാത്ര തുടരൂ. ലക്ഷ്യത്തിലെത്തും വരെ മുമ്പോട്ടു പോകൂ. യുദ്ധം അവസാനിച്ചാലേ യാത്ര തുടരാൻ പറ്റൂ എങ്കിൽ അങ്ങനെ. അല്ല, അതുവരെ കാത്തുനിൽക്കാൻ വയ്യ എങ്കിൽ ഇപ്പോൾ തന്നെ. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് മണൽക്കൂനകളുടെ സ്ഥാനം മാറും. പക്ഷേ ഈ മരുഭൂമിക്കൊരിക്കലും മാറ്റമില്ല. എന്നും ഒരുപോലെ തന്നെയാണ്. അതുപോലെ ആയിരിക്കും നമ്മുടെ പ്രണയവും. അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു, എന്തോ തേടിയെടുക്കും പോലെ. മക്തൂബ്, തലയെഴുത്ത്. അവൾ പറഞ്ഞു, ഞാൻ നിന്റെ വിധിയുടെ ഒരു ഭാഗമാണെങ്കിൽ എവിടെയൊക്കെ പോയാലും ഒരു നാൾ നീ എന്റെ അരികിൽ തന്നെ തിരിച്ചെത്തും. എനിക്ക് വിശ്വാസമുണ്ട്. പറഞ്ഞറിയിക്കാനാകാത്ത വിഷാദം. അവന്റെ മനസ്സ് വ്യാകുലമായി. കൂട്ടുകാരായ ഇടയന്മാർ പറയാറുണ്ട്, എത്ര വിഷമിച്ചിട്ടാണ് ദൂരയാത്രക്കിറങ്ങും മുമ്പേ ഭാര്യകളെ പറഞ്ഞു സമ്മതിപ്പിക്കാറെന്ന്. വാസ്തവമല്ലേ? പ്രിയപ്പെട്ടവരുടെ വേർപാട് സങ്കടം തന്നെ. തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ എപ്പോഴും കൂടെയിരിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. ഫാത്തിമയോടത് പറഞ്ഞപ്പോൾ അവളുടെ പ്രതികരണം, എനിക്കിത് ശീലമാണ്. ഇവിടത്തെ പുരുഷന്മാർ മരുഭൂമിയുടെ ചൊല്ലുവിളി കേൾക്കാൻ ബാധ്യസ്ഥരാണ്. ഇറങ്ങിപ്പോയവരിൽ എല്ലാവരും തിരിച്ചുവരില്ല. അതാണ് ഇവിടത്തെ പതിവ്. മടങ്ങിവരാത്തവർ ഈ മണലിൽ ലയിച്ചുചേരും. മേഘമായി, നീരുറവയായി, മൃഗമായി, പ്രപഞ്ചാത്മാവിന്റെ അംശങ്ങളായി ഇവിടെയൊക്കെ തന്നെ. ഒരു നിമിഷം നിർത്തി. പിന്നെ അവൾ പറഞ്ഞു, പോയവരിൽ ചിലർ മടങ്ങിവരും. അപ്പോൾ മറ്റു സ്ത്രീകളുടെ മനസ്സിലും പ്രതീക്ഷയുടെ നാമ്പുകൾ മുളയ്ക്കും. ഇനി മുതൽ ഞാനും അവരിലൊരാളാകും. പ്രിയതമന്റെ വരവും കാത്തുനിൽക്കുന്ന ഒരു സ്ത്രീ. ഞാൻ ജനിച്ചു വളർന്നത് ഈ മരുഭൂമിയിലാണ്. അതിനെക്കുറിച്ച് എനിക്ക് അഭിമാനം മാത്രമേയുള്ളൂ. മണൽക്കൂനകൾ ഉയർത്തുന്ന കാറ്റുപോലെ എന്റെ ഭർത്താവും സ്വതന്ത്രനാകണം. ഒരുപക്ഷേ തിരിച്ചു വന്നില്ലെങ്കിലും അതും എന്റെ വിധിയെന്ന് ഞാൻ സ്വീകരിക്കും. അവൻ നടന്നു. കൂട്ടുകാരനായ ഇംഗ്ലീഷുകാരനെ തേടി. അവിടെ ചെന്നപ്പോൾ അയാൾ ചൂലയുണ്ടാക്കി തീ കത്തിച്ച് എന്തോ ഉരുക്കുകയായിരുന്നു. അയാളുടെ കണ്ണുകളിൽ പതിവില്ലാത്ത ഒരു തിളക്കം. ഇത് എന്റെ പരീക്ഷണത്തിന്റെ ആദ്യഘട്ടമാണ്, അയാൾ പറഞ്ഞു. അവൻ നോക്കി നിന്നു. വെയിൽ മെല്ലെ ചായാൻ തുടങ്ങി. മരുഭൂമിയിലാകെ അസ്തമയ സൂര്യന്റെ ഇളം ചുവപ്പ്. അവൻ ആലോചിച്ചു, മരുഭൂമിയുടെ നടുവിലേക്ക് നടന്നു ചെന്നാലോ? ഈ നിശബ്ദതയിൽ നിന്ന് എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുമോ? ലക്ഷ്യമില്ലാതെ അവൻ നടന്നു. പക്ഷേ ഈന്തൽ നിരകൾ കണ്ണിൽ നിന്ന് മറയാതെ. കാറ്റിന്റെ മൂളൽ, കാൽ കീഴിൽ കല്ലുകൾ ഞെരിയുന്ന ശബ്ദം, കടൽ കക്കകൾ. ഒരു കാലത്ത് ഇവ സമുദ്രമായിരുന്നല്ലോ. ഒരു കല്ലിൽ ചെന്നിരുന്ന് അവൻ ചിന്തിച്ചു. പ്രേമത്തിന്റെ 2 ഭാവങ്ങൾ. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത ശുദ്ധസ്നേഹം. മറ്റൊന്ന് സ്വന്തമാക്കണമെന്നാഗ്രഹം. വേർതിരിക്കാൻ ശ്രമിച്ചു. പിന്നെ ബോധ്യമായി, വേർപിരിയാൻ പറ്റാത്ത വിധം അവ ഒന്നായി ചേർന്നിരിക്കുന്നു. ഫാത്തിമ ഈ മരുഭൂമിയുടെ സന്തതിയാണ്. അവളെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ മരുഭൂമിയെയാണ്. പെട്ടെന്ന് മുകളിലെന്തോ അനക്കം. നോക്കിയപ്പോൾ കണ്ടു, 2 കഴുകന്മാർ വളരെ ഉയരത്തിൽ വട്ടമിട്ടു പറക്കുന്നു. നോക്കി നിൽക്കെ അവനു തോന്നി, സ്വാഭാവികമായ ആ പറക്കലിന് പുറകിൽ എന്തോ ഒന്ന് മറഞ്ഞിരിക്കുന്നുണ്ടെന്ന്. അതെന്താണെന്ന് വ്യക്തമായില്ല. എങ്കിലും എന്തോ ഉണ്ടെന്ന തോന്നൽ. വീണ്ടും അവന്റെ കണ്ണുകൾ ആ പക്ഷികളുടെ പിന്നാലെ പാഞ്ഞു. എന്തായിരിക്കും ഈ പറക്കലിന്റെ അർത്ഥം? എന്റെ എന്ന അവകാശബോധമില്ലാതെ തന്നെ ഒരാളെ എങ്ങനെ സ്നേഹിക്കാം? ഇവയ്ക്ക് തന്നെ അത് പഠിപ്പിക്കാനാകുമോ? ഉറക്കം വരുന്നുണ്ടായിരുന്നു. പക്ഷെ മനസ്സിന് മോഹം ഉണർന്നിരിക്കണം. അതേസമയം ഉറക്കത്തെ പിടിച്ചു നിർത്താനും കഴിയുന്നില്ല. ഞാൻ പ്രകൃതിയുടെ ഭാഷ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു, അവൻ സ്വയം പറഞ്ഞു. അതുകൊണ്ടാണ് കാണുന്നതിനൊക്കെയും എന്തോ അർത്ഥമുണ്ടെന്ന ഈ തോന്നൽ. ഈ കഴുകന്മാരുടെ പറക്കൽ പോലും വെറുതെയല്ലെന്ന് മനസ്സു പറയുന്നു. എന്റെ മനസ്സിലും പ്രേമം തളിരിട്ടിരിക്കുന്നു. ഉള്ളിന്റെ ഉള്ളിൽ ഒരു നിറവ്, ഒരു തെളിച്ചം. ഇതെന്തത്ഭുതം! സ്നേഹിക്കാൻ ഒരാളുണ്ടാകുമ്പോൾ സർവവും അർത്ഥപൂർണമാകുന്നു. അപ്പോഴാണ് പെട്ടെന്ന് കഴുകന്മാരിലൊന്ന് മുങ്ങാങ്കുളിയിട്ട് മറ്റതിനെ ആക്രമിച്ചത്. അത് നോക്കിക്കൊണ്ടിരിക്കെ അവന്റെ മനക്കണ്ണിനു മുമ്പിൽ തെളിഞ്ഞൊരു ചിത്രം.
വാൾ ഊരിപ്പിടിച്ച് അക്രമാസക്തരായ ഒരു കൂട്ടം പട്ടാളക്കാർ കുതിരപ്പുറത്ത് കയറി ആ മരുപ്പച്ചയുടെ നേരെ അതിവേഗം പാഞ്ഞുവരുന്നു. ഒരു നിമിഷം മാത്രം. അതിനുള്ളിൽ ആ ചിത്രം മാഞ്ഞുപോയി. എന്നാലും മനസ്സിൽ വല്ലാത്തൊരു നടുക്കം. മരുഭൂമിയിലെ മൃഗതൃഷ്ണകളെക്കുറിച്ച് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ചിലത് സ്വയം കാണാനും ഇടവന്നിട്ടുണ്ട്. അവയൊന്നും സത്യമല്ല, മനസ്സിന്റെ മായാജാലങ്ങൾ മാത്രം. മണൽപ്പരപ്പിലെ മിഥ്യാദൃശ്യങ്ങൾ. ഉണ്ടെന്ന തോന്നൽ മാത്രം. പക്ഷേ ഇതല്ല. ഇതൊരക്രമാസക്തമായൊരു സൈന്യം. ഈ മരുപ്പച്ച കീഴടക്കാൻ വരുന്നത്. അതവൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിൽ ക്ഷണനേരം തെളിഞ്ഞ ആ ചിത്രം മറക്കാനവനാ ശ്രമിച്ചു. പക്ഷേ സാധിച്ചില്ല. അസ്തമയ സൂര്യന്റെ ചെങ്കതിരുകൾ ഇളം ചുവപ്പു നിറമേറിയ മണലിലും കല്ലിലും വീണു. ശ്രദ്ധ അതിലേക്ക് തിരിക്കാനുള്ള ശ്രമം വിഫലമായി. ഉള്ളിന്റെ ഉള്ളിൽ വല്ലാത്തൊരരാളം. വീണ്ടും വീണ്ടും അതേ ഓർമ്മ. നിമിത്തങ്ങളെ അവഗണിക്കരുത്. ജ്ഞാനിയായ രാജാവിന്റെ വാക്കുകൾ അവന്റെ മനസ്സിൽ മുഴങ്ങി. ഇത് വെറും മനോരാജ്യമല്ല, എന്തോ സംഭവിക്കാൻ പോകുന്നതിന്റെ ഒരു സൂചന. അവൻ എഴുന്നേറ്റ് തിരിച്ചു നടന്നു. ഈന്തൽ തോപ്പുകളുടെ നേരെ. ചുറ്റുമുള്ള സർവ്വവും തന്നോടൊന്നു വിളിച്ചു പറയുന്നതുപോലെ. അവരുടേതായ ഭാഷയിൽ. മരുഭൂമിയാണ് സുരക്ഷിതം. മരുപ്പച്ചയുടെ സ്ഥിതി അപകടത്തിലാണ്. എനിക്കൊരു വെളിപാടുണ്ടായി, അവൻ തന്റെ സുഹൃത്തായ ഒട്ടകക്കാരനോട് പറഞ്ഞു. ഒരു കൂട്ടം പട്ടാളക്കാർ നമ്മെ ആക്രമിക്കാൻ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ തോന്നും, ചങ്ങാതി പറഞ്ഞു. മരുഭൂമിയുടെ പതിവാണത്. മനുഷ്യരെ ശാന്തരാക്കും. അവൻ കേട്ടില്ലെന്ന് നടിച്ചു. മാനത്ത് കണ്ട കഴുകന്മാർ. അവയുടെ പോരാട്ടം. ഉൾക്കണ്ണിനു മുമ്പിൽ തെളിഞ്ഞ ആ ദൃശ്യം. അത് വെറുതെയല്ല. ഒരു നിമിഷം മാത്രമെങ്കിലും താൻ പ്രപഞ്ചാത്മാവിനെ തൊട്ടറിയുകയായിരുന്നു. അവന്റെ സ്വരവും ഭാവവും. ഒടുവിൽ ഒട്ടകക്കാരനും തോന്നി, അവൻ പറയുന്നതിൽ എന്തോ സത്യമുണ്ടെന്ന്. ഈ പ്രപഞ്ചത്തിൽ ഒരു വസ്തുവും ഒറ്റപ്പെട്ടതല്ല. എല്ലാം ഏതോ വിധത്തിൽ ഒന്നിനൊന്നുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു. ഒരു പുസ്തകത്തിന്റെ ഒരു പേജ് തുറക്കുക. ഒരു മനുഷ്യന്റെ ഉള്ളം കൈയിലെ രേഖകൾ നോക്കുക. ഒരു കെട്ട് ഷീറ്റിൽ നിന്ന് ഒന്നെടുത്തു മലർത്തു. അല്ലെങ്കിൽ ഇതുപോലെ മാനത്തെ പരുന്തുകളുടെ പറക്കൽ നിരീക്ഷിക്കൂ. കണ്ടതിനും ആ നിമിഷത്തെ അനുഭവത്തിനും എവിടെയോ ഒരു ബന്ധമുണ്ടാകും. അവ സ്വയം പ്രവചിക്കുന്നില്ല. ആ ചുമതല മനുഷ്യന്റേതാണ്. പ്രകൃതി നമ്മുടെ മുമ്പിൽ നീട്ടിക്കാട്ടുന്ന അടയാളങ്ങൾ. അവ വഴി പ്രപഞ്ചത്തിന്റെ ഉള്ളറിയാനുള്ള ഒരു ശ്രമം. ഈ മരുഭൂമിയിൽ ഇത്തരത്തിൽ ഭാവിയുടെ രഹസ്യങ്ങൾ പറയുന്നവർ അനവധിയുണ്ട്. പലർക്കും അതൊരു ഉപജീവനമാർഗം. അവരെ ഇവിടെ പ്രവാചകന്മാരായി കണക്കാക്കുന്നു. പ്രായം ചെന്നവർക്കും സ്ത്രീകൾക്കും അവരോടുള്ള ഭയബഹുമാനം കൂടുതലാണ്. ഗോത്രമുഖ്യന്മാർക്കോ അവർ വലിയ ശങ്കയാണ്. കാരണം അവരൊരിക്കൽ പറഞ്ഞാൽ ഈ പോരാട്ടത്തിൽ തോൽവി ഉറപ്പാണെന്ന്, മരണം സുനിശ്ചിതമാണെന്ന്. പിന്നെ ആരാകും പേടിക്കാതെ പൊഴുതാൻ കഴിയുക? മരുഭൂമിയിലുള്ളവർക്ക് യുദ്ധം വല്ലാത്തൊരു ഹരമാണ്. അവസാനം എന്താകുമെന്നറിയാത്തൊരു പോരാട്ടം. അതിനതിൻ്റേതായൊരു ആവേശമുണ്ട്. ഓരോ മനുഷ്യന്റെയും ഭാവി ഈശ്വരൻ എന്നേ എഴുതിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ മനുഷ്യന്റെ നന്മയെ കരുതി മാത്രമാണ്. പിന്നെ ഭയപ്പെടുന്നതെന്തിന്? ഓരോരുത്തരും ജീവിക്കുന്നത് ആ ഒരു ദിവസത്തേക്കു വേണ്ടി മാത്രം. ഓരോ ദിവസത്തിനും അതിൻ്റേതായ വിസ്മയങ്ങളുണ്ട്. പലതും മനസ്സിലാക്കിയിരുന്നാലേ ഇവിടെ ജീവിക്കാൻ പറ്റൂ. ശത്രുവിന്റെ വാൾ എവിടെയാണ്? എവിടെയാണ് അയാളുടെ കുതിര? സ്വന്തം ജീവൻ രക്ഷിക്കാൻ ഏത് തരത്തിലുള്ള അമ്പുകളാണ് പ്രയോഗിക്കേണ്ടത്? ഒട്ടകക്കാരൻ ഒരു യോദ്ധാവായിരുന്നു. അതുകൊണ്ടാണ് പ്രവാചകന്മാരെ ചെന്നു കാണാനും ഭാവി അറിയാനും അയാൾക്ക് സങ്കോചമില്ലാതിരുന്നത്. പലരും ഭാവി കൃത്യമായി പ്രവചിക്കാറുണ്ട്. ചിലരുടെ വാക്കുകൾ അബദ്ധമായും കലാശിക്കാറുണ്ട്. ഒരിക്കൽ വളരെയധികം പ്രായം ചെന്നൊരു ദൈവജ്ഞനെ അയാൾ സമീപിച്ചു. പൊതുവെ എല്ലാവർക്കും അദ്ദേഹത്തെ വലിയ ഭയമായിരുന്നു. ഒട്ടകക്കാരനെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഭാവിയെപ്പറ്റി അറിയുന്നതുകൊണ്ട് എന്താണൊരു വിശേഷം? എനിക്ക് വല്ലതുമൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ, അയാൾ പറഞ്ഞു. അപ്രിയമായ സംഭവങ്ങൾ ഒഴിവാക്കാം. അങ്ങനെ മാറ്റാനും മറിക്കാനും പറ്റുമെങ്കിൽ, ദൈവജ്ഞൻ പറഞ്ഞു, അത് നിനക്ക് വിധിക്കപ്പെട്ടതാവില്ല. എന്നാലും സ്വന്തം ഭാവി അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? ഒട്ടകക്കാരൻ ചോദിച്ചു.
എന്തായാലും അതിനുവേണ്ടി തയ്യാറായിരിക്കാമല്ലോ. നല്ല കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെങ്കിൽ, പ്രവാചകൻ ചോദിച്ചു, അതിന് പ്രത്യേകിച്ചൊരു തയ്യാറെടുപ്പ് വേണ്ടതുണ്ടോ? അപായങ്ങളാണെങ്കിൽ വരും പോലെ വരട്ടെ. ഇപ്പോഴേ പേടിച്ചും പരിഭ്രമിച്ചും സ്വയം കഷ്ടപ്പെടുന്നതെന്തിന്? എന്തായാലും വേണ്ടില്ല, ഒട്ടകക്കാരൻ വാശി പിടിച്ചു. എനിക്കെന്റെ ഭാവി അറിഞ്ഞേ പറ്റൂ. ഞാനൊരാണാണല്ലോ. സ്വന്തം ഭാവിയെ മുമ്പിൽ കണ്ടുകൊണ്ടല്ലേ ഒരു പുരുഷൻ ജീവിക്കേണ്ടത്? ആ പ്രവാചകൻ ഭാവി പ്രവചിച്ചിരുന്നത് കോലുകൾ ഉപയോഗിച്ചായിരുന്നു. കോലുകൾ എടുത്ത് താഴെയിടും. അവ വീണ മട്ടും മാതിരിയും നോക്കി ഭാവി പറയും. പക്ഷേ അന്നെന്തുകൊണ്ടോ അദ്ദേഹം അതിനൊരുങ്ങിയില്ല. കയ്യിലിരുന്ന കോലുകൾ ഒരു തുണിക്കഷ്ണത്തിൽ പൊതിഞ്ഞ് സഞ്ചിയിലേക്ക് തന്നെ ഇടുകയാണ് ചെയ്തത്. ജനങ്ങളുടെ ഭാവി പറഞ്ഞാണ് ഞാൻ ജീവിക്കുന്നത്. ഈ കോലുകളുടെ സഹായത്തോടെയാണ് ഭാവിയിലെ അജ്ഞാത ലിഖിതങ്ങൾ ഞാൻ വെളിച്ചത്തിലാക്കുന്നത്. കഴിഞ്ഞ കാലം, എന്നോ മറന്നുപോയ കാര്യങ്ങൾ, ഇപ്പോഴത്തെ ശകുനങ്ങൾ എല്ലാം എനിക്ക് വായിക്കാനാകും. പക്ഷേ ഒരാളുടെ ഭാവി പൂർണ്ണമായി വായിക്കാൻ ഞാൻ ആളല്ല. ചില അനുമാനങ്ങൾ, അതുമാത്രം. ഭാവിയുടെ സ്ഥാനം ഈശ്വരന്റെ മടിയിലാണ്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അദ്ദേഹം അത് വെളിപ്പെടുത്തും. അദ്ദേഹം തുടർന്നു, എന്റെ അനുമാനങ്ങൾ ഇന്നത്തെ നിമിത്തങ്ങളെ ആധാരമാക്കിയുള്ളതാണ്. രഹസ്യങ്ങളുടെ താക്കോൽ ഇവിടെയുണ്ട്, വർത്തമാനകാലത്തിൽ. ഇന്നിനെ ശരിയായി മനസ്സിലാക്കിയാൽ നാളെ അറിയാനുള്ള വഴി തുറക്കും. ഇന്നത്തെ കാര്യം മെച്ചപ്പെടുത്തൂ, അത് നിങ്ങളുടെ നാളേക്ക് ഗുണം ചെയ്യും. ഭാവിയെ അതിന്റെ പാട്ടിനു വിട്ടേക്കൂ. നമ്മളൊക്കെയും ദൈവത്തിന്റെ സന്താനങ്ങൾ. അവിടുത്തെ പ്രമാണങ്ങളനുസരിച്ച് അന്നന്നത്തെ നാൾ കഴിക്കുക. ഓരോ ദിവസം അനന്തകാലത്തിന്റെ ഒരു കണ്ണി മാത്രം. ഇതൊക്കെ കേട്ടിട്ടും ഒട്ടകക്കാരൻ പിന്മാറിയില്ല. ദൈവം ചിലപ്പോൾ ഭാവി വെളിപ്പെടുത്താറുണ്ടെന്ന് പറഞ്ഞല്ലോ, അയാൾ ചോദിച്ചു. അതിനുള്ള ഉപാധികൾ? ദൈവം താൻ തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. അതും വളരെ അപൂർവം. ഒരു കാരണം മാത്രം, ആ ഭാവി മാറ്റിയെഴുതപ്പെട്ടിരിക്കുമ്പോൾ, വിധിക്കപ്പെട്ടിരിക്കുമ്പോൾ. ഒട്ടകക്കാരന് തോന്നി, ദൈവം ഭാവിയുടെ ഒരു ചീന്ത് തന്റെ നേരെ നീട്ടിക്കാട്ടുകയാണോ? എന്തിനാണ് തന്നെ സ്വന്തം ഉപകരണമായി തിരഞ്ഞെടുത്തത്? അധികനേരം അയാൾ ആലോചിച്ചില്ല. സ്വയം ഒരു തീരുമാനം. കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞു, പോയി ഗോത്രതലവനെ കണ്ട് വിവരം ധരിപ്പിക്കൂ. നമ്മുടെ മരുപ്പച്ചയുടെ നേർക്ക് അതിവേഗം അടുത്തുകൊണ്ടിരിക്കുന്ന ആ സൈന്യത്തെക്കുറിച്ച് ഇപ്പോൾ തന്നെ മുന്നറിയിപ്പ് കൊടുക്കൂ. അവരെന്നെ വിശ്വസിക്കുമോ? പരിഹസിച്ച് ചിരിക്കില്ലേ? ഇല്ല, ഒട്ടകക്കാരൻ പറഞ്ഞു. അവരും മരുഭൂമിയുടെ മക്കളല്ലേ. ഇതിൽ അസാധാരണമായിട്ടൊന്നും അവർ കാണില്ല. അങ്ങനെയാണെങ്കിൽ അവർ ഈ വിവരം ഇതിനകം അറിഞ്ഞിരിക്കില്ലേ? അതിനു വഴിയില്ല, ഒട്ടകക്കാരൻ ഉറപ്പിച്ചു. മരുപ്പച്ചകൾ സാധാരണയായി ആക്രമിക്കപ്പെടില്ല. എന്തെങ്കിലും വിശേഷമായി അറിയേണ്ടതുണ്ടെങ്കിൽ ദൈവം പ്രത്യേകിച്ചൊരാളെ തിരഞ്ഞെടുക്കും. ഇത്തവണ അത് നീയായതത്രേ. ഒരു നിമിഷം അവൻ ഫാത്തിമയെ ഓർത്തുനിന്നു. പിന്നെ തീരുമാനിച്ചു, അത് തന്നെയാണ് ചെയ്യേണ്ടത്. പോയി ഗോത്രതലവനെ കണ്ട് വിവരമറിയിക്കണം. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ.